ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ. സജ്ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. 6:15 വരെയാണ് സമയം. അപ്പം ഇനി സമയം പോയി കഴിഞ്ഞാൽ മഹാത്മ്യം അല്ലെങ്കിലേ 1 മണിക്കൂർ കൊണ്ട് പറയാന്ന് പറയുന്നത് ഒരു മഹദതിക്രമമാണ്. അപ്പം ആ സമയത്ത് നമ്മൾ ഇനി സമയത്തിലേക്കൊന്നും പോകുന്നില്ല. ബാക്കിയെല്ലാം അത് കഴിഞ്ഞ ശേഷം വളരെയധികം സന്തോഷവും ഭാഗ്യവും ഒരുപോലെ അനുഭവിക്കുന്നൊരു സദസ്സാണ്. ഗുരുവായൂരപ്പൻ്റെ കൃപ കൊണ്ട്, പരാശക്തിയായിട്ടുള്ള തിരുമാന്താംകുന്നിൽ അമ്മയുടെ കൃപ കൊണ്ട്, സംഘാടകരുടെ അത്യധികം ആവേശത്തോടു കൂടിയുള്ള പ്രവർത്തനം കൊണ്ടൊക്കെ തന്നെ പ്രത്യക്ഷ ഗുരുവായൂരപ്പനായിട്ടുള്ള ശ്രീമൻ നാരായണീയത്തെ കൂടുതൽ മനസ്സിലാക്കാനും, ഭഗവാനെ എന്താണെന്ന്, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെന്നും ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാനും ഈ ഏകാഹം കൊണ്ട് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ള മുഴുവൻ സജ്ജനങ്ങളെയും, ഒപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ സജ്ജനങ്ങളെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നു. നാരായണ. ഏറ്റവും ആദരണീയനായിട്ടുള്ള യജ്ഞാചാര്യൻ ഉൾപ്പെടെയുള്ള, ഇനി നാളെ ഇവിടെ എത്താൻ പോകുന്ന നിരവധിയായിട്ടുള്ള പ്രഭാഷകർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ആദരണീയനായിട്ടുള്ള ഈ നാരായണീയ അമൃതം നമുക്ക് കടഞ്ഞെടുത്ത് തന്നിട്ടുള്ള ആ നാരായണനെയും നമസ്കരിക്കുന്നു. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. ഞാൻ തീർത്തും ഔപചാരികതകളില്ലാതെ സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇതെൻ്റെ നാടാണ്. വള്ളുവനാടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മണ്ണാർക്കാടും. എൻ്റെ പരദേവതയാണ് തിരുമാന്താംകുന്നിലമ്മ. ദേവിയുടെ അടുത്തിരിക്കുമ്പോൾ വേറെ എവിടെയും ചെന്നതായിട്ടുള്ളൊരു തോന്നലില്ല ഒട്ടും. കാക്കശ്ശേരി ഭട്ടതിരിയോട് ഒരു വിഭാഗം മലയാള ബ്രാഹ്മണർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആപത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നതാണ് കരണീയം? പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഉണ്ടായ സമയത്ത് അദ്ദേഹത്തോട് പോയിട്ട് തന്നെ ഉപദേശം ചോദിച്ചു എന്നാണ്. അങ്ങയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണെന്ന് നേരിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങാകുന്ന ആപത്തിനെ തടയാൻ, അല്ലെങ്കിൽ ആപത്ത് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ആപത്തിക്കും കരണീയം അല്ലേ? ആപത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചത്. എന്താ ഉത്തരം? സ്മരണീയം ചരണയുഗളം അമ്പായാം. അമ്മയുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കൂ. ആ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാനത് പറഞ്ഞത് അതിശയോക്തി കറന്ന് കുറച്ച് അലങ്കാരം കൂട്ടി പറഞ്ഞല്ല. ഈ ഹാളിൻ്റെ പേര്, അല്ലെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേര് ശ്രീപാദം എന്നാണ്. നാരായണീയം പറയാൻ ഈ ഹാള് വളരെയധികം നല്ലതാണ്. വെച്ചാൽ ഏറ്റവും ഉചിതമാണ് തോന്നുന്നു ഈ ഹാള്. കാരണം ഇതിൻ്റെ പേരുകൊണ്ട് തന്നെ. ഈ ഉദ്യമത്തിൻ്റെ നോട്ടീസ് പ്രിയപ്പെട്ട ഉഷ് എനിക്ക് അയച്ചു തന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ കണ്ടു, ചിന്മയാനന്ദ സ്വാമിയുടെ ഫോട്ടോ കണ്ടു, വേറെ കുറച്ച് ഫോട്ടോകളൊക്കെ കണ്ടു. അപ്പം ഞാനൊരു സജഷനായിട്ട് പറഞ്ഞു, ഇത് പ്രിൻ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ഫോട്ടോ കൂടെ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഓൾറെഡി നമ്മളിത് പ്രിൻ്റ് എടുത്തു, ഉറപ്പായിട്ടും വ്യാസൻ വരുന്ന സമയത്ത് വേദിയിൽ ഒരു മേൽപ്പത്തൂരിൻ്റെ ഫോട്ടോ ഉണ്ടായിരിക്കും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ചെയ്തു തന്നതിന് ഒരുപാട് നന്ദി. കാരണം രാമായണ മാസ പ്രഭാഷണങ്ങൾ നിരവധിയായിട്ട് പോയപ്പോഴൊക്കെ രാമായണവും രാമനെയും ഹനുമാനെയൊക്കെ നമ്മൾ കണ്ടു. ആരെ കണ്ടില്ല? എഴുത്തച്ഛനെ നമ്മൾ ഓർക്കാൻ മറന്നുപോയി. അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് നമുക്കിത് കിട്ടിയത് എന്നുള്ളതൊന്ന് നന്ദിയോടുകൂടി സ്മരിക്കാനുള്ളൊരവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. അങ്ങനെയുള്ള മേൽപ്പത്തൂര് ആ നാരായണൻ ദ്വൈതാനാരായണീയം എന്നാണല്ലോ അല്ലേ? എല്ലാ നാരായണന്മാരും ഇവിടെ ഉണ്ട്. നാരായണീയുണ്ട്, നാരായണനുണ്ട്, മറ്റേ നാരായണനുണ്ട്. ആ നാരായണ ഭട്ടതിരി മേൽപ്പത്തൂരല്ലല്ലോ അല്ലേ, മേൽപുത്തൂരാണ്. ഉപരി നവഗ്രാമം എന്നാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റോറിയത്തിൻ്റെ പേര് മാറ്റിയപ്പോൾ വലിയ ബഹളമായിരുന്നു. എന്തിനാണ് പേര് മാറ്റണേ? മുമ്പത്തെ പേര് തെറ്റായിരുന്നു, അതുകൊണ്ടാണ് മാറ്റിയേ. മേൽപ്പത്തൂരല്ല, മേൽപുത്തൂരാണ്. മേൽപുത്തൂർ നാരായണ ഭട്ടതിരി. ഉപരി നവഗ്രാമം എന്നാ. ഉപരി എന്ന് പറയുമ്പോൾ മുകളിൽ, നവ എന്ന ശബ്ദം കൊണ്ട് പുതിയത്, ഗ്രാമം എന്നുള്ളത് കൊണ്ട് ഒരു. മേൽപുത്തൂർ ആണ്, മേൽപ്പത്തൂരല്ല.
കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്താം എന്ന് കരുതി പറഞ്ഞത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒന്നും പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം നമ്മൾ എടുക്കുമ്പോൾ നാരായണീയ മഹാത്മ്യത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കാമെന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ നാരായണീയെന്നും ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങളുണ്ട്, ഗുരുവായൂരല്ലാണ്ട് തന്നെ. ഒന്ന്, അദ്ദേഹം ജനിച്ചു വീണ സ്ഥലത്തുള്ള ക്ഷേത്രം ചന്ദനക്കാവ്. അതൊരു ക്ഷേത്രമല്ല, ഒരു ക്ഷേത്ര സമുച്ചയമാണ്. അറിയാമായിരിക്കും, പോയ ആളുകളുണ്ടാവും. അവിടുത്തെ ഭഗവതിയും ഒപ്പം മഹാഗണപതിയും അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തികളായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ഗുരുവായൂർക്ക് വരുന്നു. അവിടെ നിന്ന് അദ്ദേഹം അമ്പലപ്പുഴയ്ക്ക് പോകുന്നു. നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഏകദേശം 70 വയസ്സ് പ്രായമായ സമയത്ത് എങ്ങനെയാണോ ഭഗവാൻ ഉദ്ധവരെ തൻ്റെ ആ സ്വധാമ ഗമനത്തിന് മുമ്പായിട്ട് എവിടേക്ക് പറഞ്ഞു വിട്ടു? ഗച്ഛോദ്ധവ എന്നുകൊണ്ട് തുടങ്ങും ഭാഗവതത്തിൽ അല്ലേ, ബദ്രിയിലേക്ക് പറഞ്ഞു വിട്ടതുപോലെ ഭഗവാൻ ഉദ്ധവനെ അയച്ചതുപോലെ മേൽപ്പത്തൂരിനെ ഒരു സ്ഥലത്തേക്ക് അയച്ചു. എവിടേക്ക്? മുക്കോല എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. മൂക്ക് തല എന്നൊക്കെ പറയും. മുക്തിസ്ഥൽ എന്നാണ് ശരിക്കുള്ള പേര്. അത് നമ്മൾ നാടൻ ഭാഷയിലാക്കിയപ്പോൾ മുക്കോല എന്നാക്കി. മുക്കോല ഏകദേശം ചോറ്റാനിക്കരയ്ക്ക് സമാനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. മേൽക്കാവും കീഴ്ക്കാവും ഉണ്ട്. അവിടുത്തെ മേൽക്കാവിലെ ഭഗവതിയെ അനുസ്മരിച്ചുകൊണ്ട്, അമ്മയെ സ്തുതിച്ചുകൊണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അതിവിശേഷപ്പെട്ട ഒരു കാവ്യം എഴുതുണ്ടായിട്ടുണ്ട്. നാരായണീയ ഉപാസകരായിട്ട് നിങ്ങളെല്ലാവരും അതിൻ്റെ പേര് പറയും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതാ പുസ്തകം? ശ്രീപാദ സപ്തതി എന്നാണ് അതിൻ്റെ പേര്. അമ്മയുടെ കാലിനെ കുറിച്ച് തന്നെയുള്ള 70 ശ്ലോകങ്ങൾ. അദ്ദേഹത്തിൻ്റെ 70ാം പിറന്നാളായതുകൊണ്ട് 70 ശ്ലോകങ്ങളിൽ നിന്നും വ്യാഖ്യാനിക്കാറുണ്ട് മഹാത്മാക്കൾ. ഈ സ്ഥലത്തിൻ്റെ, ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേരും ശ്രീപാദം എന്നാണ്. ഞാനിവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ കൂടി ഒന്ന് പറഞ്ഞേക്കാം എന്ന് കരുതിയത്. കാരണം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വന്നിരിക്കണതെന്ന് മനസ്സിലാക്കുക. അപ്പം അമ്മയുടെ അടുത്ത് ആ ചരണങ്ങളെ ആശ്രയിക്കൂ എന്ന് പറഞ്ഞ സമയത്ത് ആ ചരണങ്ങളിൽ തന്നെ ഇരുന്നുകൊണ്ട് സാക്ഷാൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ നാരായണീയ അമൃതത്തെ ഏകാഹം കൊണ്ട് മനസ്സിലാക്കാൻ പോകുന്ന മുഴുവൻ സജ്ജനങ്ങളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഭാഗവതത്തിനെ ഇങ്ങനെ ആറ്റി കുറുക്കിയെടുത്തിട്ടുള്ളതാണ് നാരായണീയം, എല്ലാവർക്കും അറിയാം. ഭാഗവതം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, ഇന്നത്തെ കാലഘട്ടത്തിലും ഏറെ പ്രചാരമുള്ള ഗ്രന്ഥം തന്നെയാണ്. അതിലൊരു തർക്കമില്ല. ശ്രീമദ് ഭാഗവതാക്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, ഭഗവാൻ തന്നെ. ഇപ്പം കൃഷ്ണൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഇപ്പം നാരായണീയാണെങ്കിലും ഭാഗവതാണെങ്കിലും ഒക്കെ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. മഹാത്മാക്കൾ വിളിക്കാറുള്ളത് നാരായണീയത്തെ കലികാല ഭാഗവതം എന്നാ. എന്തുകൊണ്ടാണ് കലികാല ഭാഗവതം എന്ന് വിളിച്ചേ? കലികാലത്തിലെല്ലാം ഫാസ്റ്റാണ്, വേഗത്തെ കൂടുതലാണ്, എല്ലാം പെട്ടെന്ന് വേണം, ഇൻസ്റ്റൻ്റാ. ഇപ്പോൾ സാമ്പാറും കാളനൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടും, അറിയോ നിങ്ങൾക്ക്? ചൂടുവെള്ളത്തിലിട്ടാൽ മതി. ഫാസ്റ്റ് ലൈഫാ, പെട്ടെന്നുള്ള ഒരു ജീവിതമാണ് ഇപ്പം എല്ലാവർക്കും താല്പര്യം. പെട്ടെന്നുള്ള കല്യാണം, പെട്ടെന്നുള്ള വിവാഹമോചനം, പെട്ടെന്നുള്ള ഡെത്ത്, ജീവൻ പോണതും പെട്ടെന്നാണ്. എല്ലാം വളരെ ഫാസ്റ്റാ. ഈ സമയത്ത് 11, 12 അല്ലെങ്കിൽ ഇത്രയധികം മഹത്തരമായിട്ടുള്ള ഒരു ഗ്രന്ഥം, ഭാഗവതം പോലുള്ളൊരു ഗ്രന്ഥത്തെ മുഴുവനായിട്ട് സ്വാംശീകരിക്കാൻ കലിയുഗത്തിൽ എല്ലാവർക്കും സാധിക്കൂ എന്നുള്ള ഒരു ധാരണ മഹാത്മാക്കൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം മുമ്പ് തന്നെ. മേൽപ്പത്തൂരിന് മുമ്പും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് ആ ഭാഗവതത്തെ തന്നെ മുഴുവൻ അന്തസത്തയും ചോർന്നു പോവാതെ, എന്നാൽ തൻ്റേതായിട്ടുള്ള ചില പ്രിവിലേജുകൾ എടുത്തുകൊണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നമുക്ക് തന്നിട്ടുള്ളതാണ് നാരായണീയം. അതുകൊണ്ട് കലികാല ഭാഗവതം എന്ന് വിളിക്കും. കാരണം ഈ സമയത്ത് എല്ലാവർക്കും തിരക്കാണ്, പെട്ടെന്ന് കിട്ടുകയും വേണം, എന്ന ആശയം ചോർന്നു പോകാനും പാടില്ല. മേൽപ്പത്തൂർ പല ഭാഗത്തും അദ്ദേഹത്തിൻ്റെ തന്നെ ആയിട്ടുള്ള ചില ലൈസൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത്. നമ്മുടെ ഭാഗവതാണെങ്കിലും ഇപ്പം പരീക്ഷത്തിന് ശ്രീശുകൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണെങ്കിലും സൂതശൗനക സംവാദ രീതിയിലാണെങ്കിലും നാരായണീയം പരിശോധിക്കുന്ന സമയത്ത് നാരായണീയത്തിൽ സംവാദം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് പല ആളുകളും. ഇപ്പം ഗീതയാണെങ്കിൽ കൃഷ്ണാർജുന സംവാദമാണ്. സംവാദ രൂപത്തിലാണ് നിരവധിയായിട്ടുള്ള മഹത് ഗ്രന്ഥങ്ങൾ നമ്മുടെ ധർമ്മത്തിലുള്ളത്. എന്നാൽ നാരായണീയം സംവാദ രൂപത്തിലാണോ എന്നൊരു ചോദ്യം ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ രചനാഭാഗത്ത് അത് കാണുന്നില്ലെങ്കിലും
അത് തീർച്ചയായിട്ടും സംവാദ രൂപത്തിലുള്ളൊരു കൃതി തന്നെയാണ്. ആരൊക്കെ തമ്മിലുള്ള സംവാദം? ദ്വൈതാനാരായണീയം. വീണ്ടും നാരായണനും തമ്മിലുള്ള ഒരു സംവാദം. ഓരോ ശ്ലോകം എഴുതി കഴിഞ്ഞിട്ടും മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് ചോദിച്ചു ഉത്തരേ, ഗുരുവായൂരപ്പ ഇങ്ങനെയല്ലേ ഉണ്ടായത്? അതേ ഭട്ടേരി, ഇങ്ങനെയാണ് ഉണ്ടായത്. അപ്പോഴേ എഴുതിയിട്ടുള്ളൂ. ശ്ലോകം മനസ്സിൽ വരുന്ന സമയത്ത് അത് ചൊല്ലി കേൾപ്പിക്കുന്നുണ്ട്. മാതൃദത്തനടുത്തിരിക്കുന്നുണ്ട് എഴുതാനായിട്ട്. ഗുരുവായൂരപ്പന്റെ സമ്മതം കിട്ടുമ്പോഴാത്രേ മാതൃദത്തനോട് പറഞ്ഞത്, അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്, എഴുതിക്കോളൂ. അതുകൊണ്ട് എനിക്ക് മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തിന് ചെറുതായിട്ട്, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണേ, എനിക്ക് ഭാഗവതത്തിനേക്കാൾ ഒരു പിടി ഇഷ്ടം കൂടുതലാണ് നാരായണീയം. എന്തുകൊണ്ട് എന്നുള്ളതിന് എൻ്റെ ഞാൻ ഏറ്റവും താഴ്ന്ന തലത്തിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. നിങ്ങളൊക്കെ വളരെ ഔന്നത്യത്തിലാണ് ഞാൻ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി, ഗുരുവായൂരപ്പൻ്റെ ഭക്തൻ എന്ന് പറയാനുള്ള ഒരു അർഹത എനിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഭഗവാനാണ് തീരുമാനിക്കേണ്ടത്, ഇദ്ദേഹം എൻ്റെ ഭക്തനാണെന്നൊന്നും. ഭഗവാനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് മേൽപ്പത്തൂരിനോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത്, മേൽപ്പത്തൂർ നാരായണി എഴുതിയ സമയത്ത് ഒഴിവാക്കിയ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സ്വധാമഗമനം. ഭഗവാൻ തിരിച്ചു പോയി എന്ന് വിശ്വസിക്കാൻ ആർക്ക് താല്പര്യമില്ല? മേൽപ്പത്തൂരിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് എഴുതിയില്ല? സ്വർഗാരോഹണം ഇല്ലാത്ത ഭഗവാനാ നാരായണീയത്തിലുള്ളത്. സ്വർഗാരോഹണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ചുരുക്കും. ഭഗവാൻ സ്വയം വൈകുണ്ഠത്തിലേക്ക് പോയ ആ ഭാഗം എഴുതിയില്ലേ? പകരം വേറെ കുറെ ഭാഗങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഗീത പോലെ, ഭഗവത്ഗീത ഉപദേശിക്കുന്നത് പോലുള്ള ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു. ഒന്ന്, സ്വധാമഗമനം ഇല്ലാത്തത് കൊണ്ട് നാരായണീയ ഇഷ്ടമാണ്. രണ്ട്, ഭാഗവതത്തിൽ മനഃപൂർവ്വം മറന്നു കളഞ്ഞ ഒരാളെ മേൽപ്പത്തൂര് ഓർമ്മിച്ചു. ഭാഗവതത്തിൽ പലപ്പോഴും ആ ശബ്ദം ഇങ്ങനെ എഴുതാൻ ഇങ്ങനെ തോന്നും വ്യാസമഹർഷിക്ക്, പക്ഷെ എഴുതിയില്ല. എഴുതി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ ആത്യന്തികമായിട്ടുള്ള ആനന്ദാവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് മഹാത്മാക്കൾ വ്യാഖ്യാനിക്കാറുണ്ട്. ആ ശബ്ദം രണ്ടക്ഷരേ ഉള്ളൂ. ഏത്? രാധേ, അല്ലേ? രാധേശ്യാം. രാധ എന്ന് പറയുന്ന ആ ശബ്ദം ഭാഗവതത്തിൽ എഴുതിയില്ല, പക്ഷെ നാരായണത്തിൽ വന്നപ്പോൾ രാധയുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, മേൽപ്പത്തൂരിന് ഭഗവാനോടുള്ള ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ നാരായണീയത്തെ ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നാളെ നമ്മൾ നടത്തുന്നത്. ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയല്ല, അതെന്താണെന്നൊന്ന് അടുത്തറിയാനുള്ള ഒരു ശ്രമം, അത്രേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സാധിക്കുകയും ചെയ്യും കേട്ടോ, അത് വേറെ. എല്ലാവർക്കും ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള, അല്ലെങ്കിൽ പരമഭക്തനായി തീർന്ന ചേലപ്പറമ്പ് നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടൊരു നമ്പൂതിരി ഉണ്ട്. ഗുരുവായൂർ അറിയാവുന്ന കഥയായിരിക്കും. അദ്ദേഹത്തിൻ്റെ കഥയൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. അദ്ദേഹം താൻ ഇത്ര നാൾ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് നയിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് ആ ഭഗവാന്റെ നേദ്യം ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്ന് ശ്രീകോവിലിൻ്റെ അടുത്ത് വന്ന് നമസ്കരിച്ച സമയത്ത് അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലി നമസ്കരിച്ചിട്ടുണ്ട്. ആ ശ്ലോകം ചൊല്ലി നമസ്കരിച്ച് പിന്നെ അദ്ദേഹം എഴുന്നേറ്റില്ല എന്നാണ്, അങ്ങനെ ഗുരുവായൂരപ്പൻ ലയിച്ചു എന്നാണ് പറയുക. അതിൻ്റെ അവസാനത്തെ വരി ഏതാണ്ട് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുമ്പോൾ ശേഷായുഷാ തോഷേ എന്നാണ്. എന്നുവെച്ചാൽ എൻ്റെ ശേഷിക്കുന്ന ആയുസ് ഭഗവാനെ അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കണേ. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ ശ്ലോകം ഓർക്കാത്തതുകൊണ്ടാണ് ചൊല്ലാത്തത്. ഉത്താനപാലൻ്റെ പുത്രനായിട്ടുള്ള ധ്രുവന് അങ്ങ് ഇത്ര സമയം കൊണ്ട് കൊടുത്തു, പരീക്ഷത്തിന് ഇത്ര സമയം കൊണ്ട് കൊടുത്തു, പിങ്കളയ്ക്ക് ഇത്ര സമയം കൊണ്ട് കൊടുത്തു. ഇത്രയും കാലമായിട്ടും ഭഗവാനെ ഞാൻ അങ്ങയെക്കുറിച്ച് സ്മരിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇനിയുള്ള എൻ്റെ കാലം അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമസ്കരിച്ച് ചേലപ്പറമ്പ് നമ്പൂതിരി. അപ്പോൾ ഒരു ദിവസം കൊണ്ടും ഭഗവാനെ അറിയാൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. അത് നാളെ ഇവിടെ നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെയുള്ള നാരായണീയത്തിനെ സമീപിക്കുന്ന സമയത്ത് നാരായണീയത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മക്കൾ എല്ലാവരും പറയാറുള്ളത്, ഞാനത് കേട്ട് പറയുന്നതാണ്. ഭക്തൻ, ഭഗവാൻ, ഭാഗവതം, ഇത് മൂന്നിനും തമ്മിൽ ഭേദമില്ല. ഭഗവാൻ തന്നെയാണ് ഭക്തനും, ഭഗവാൻ തന്നെയാണ് ഭാഗവതവും. അതുകൊണ്ട് നാരായണീയം എന്ന് പറയുമ്പോൾ നാരായണനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോഴും നാരായണൻ എഴുതിയത് എന്ന് പറയുമ്പോഴും ഭേദഭാവമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം നമ്മളിത് കേൾക്കുന്ന സമയത്ത് മൂന്നാമതൊരു നാരായണനും കൂടെ അവിടെ വരുന്നു. കാരണം നമ്മളിലുള്ളത് ആത്യന്തായിട്ട് ഗുരുവായൂരപ്പൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥത്തെ അടുത്തറിയാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഗ്രന്ഥം കിട്ടിയ ഒരു ചോദ്യമുണ്ട്.
ആ ഗ്രന്ഥത്തിൻ്റെ പാതയിലേക്ക് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെ കൊണ്ടുവന്നെത്തിച്ച ഒരു ചോദ്യമുണ്ട്. നമ്മുടെ പല ഗ്രന്ഥങ്ങളുടെയും രചനയ്ക്ക് പുറകിൽ ഒരു ചോദ്യം ഇല്ലെങ്കിൽ ഒരു വിശേഷപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും മഹാത്മാക്കൾ. ഇപ്പം രാമായണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രത്നാകരനായിരുന്ന കാട്ടാളനോട് മഹർഷിമാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് രാമായണം ഉണ്ടാവുന്നത്. എന്ത്? നീ ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ പ്രാരാബ്ധം നിന്റെ കുടുംബം അനുഭവിക്കുമെന്ന് പോയി ചോദിച്ചിട്ട് വരും അല്ലേ? ഈ ഒരു ചോദ്യം ഉണ്ട് അവിടെ. പരീക്ഷത്തിനാണെങ്കിലും ഉള്ളിൽ പരീക്ഷത്ത് സ്വയം ചോദിക്കുന്നുണ്ട്, ഇനിയുള്ള 7 ദിവസം ഞാൻ എങ്ങനെ ചെലവഴിക്കണം? മേൽപ്പത്തൂരിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മേൽപ്പത്തൂരിന് കിട്ടിയ ആ ചോദ്യത്തിൽ നിന്നാണ് ഈ നാരായണീയ അമൃതം നമുക്ക് ലഭിച്ചത്. അദ്ദേഹം ബാല്യകാലത്തിൽ തന്നെ മഹാപണ്ഡിതനായിരുന്നു, എല്ലാവർക്കും അറിയാം. വളരെയധികം ഈശ്വരഭക്തനായിരുന്നു. പഠിക്കാനുള്ള വ്യഗ്രത ഒരുപാടുണ്ടായിരുന്നു. വ്യാകരണമൊക്കെ പഠിക്കാനുള്ള ശ്രമങ്ങൾ നിരവധിയായിട്ട് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അദ്ദേഹം പല ശ്ലോകങ്ങൾ കൊണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാരായണീയൊക്കെ എഴുതുന്നതിന് മുമ്പാണെന്ന് തോന്നുന്നു ഒരു പ്രഭാഷണത്തിൽ കേട്ടത്, അദ്ദേഹം ഈ ശൂർപ്പണഖാ വിലാപം എന്ന് പറയുന്ന ഒരു കൃതി എഴുതിയിട്ടുണ്ടെന്ന്. അതായത് ശ്രീരാമന്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്ക് ചെത്തി. അപ്പൊ മൂക്ക് ചെത്തിയ ശൂർപ്പണഖ ലങ്കയിൽ ചെന്ന് ഈ പറയുന്ന തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാവണനോട് ദുഃഖം പറയാണ്. അപ്പൊ എന്താണ് പ്രശ്നം? മൂക്ക് ചെത്തിയത് കൊണ്ട് ചില അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ സാധിക്കില്ല. മേൽപ്പത്തൂർ എഴുതിയ സമയത്ത് മൂക്കില്ലാത്ത ആൾക്ക് ഉച്ചരിക്കാൻ സാധിക്കാത്ത ഒരക്ഷരം എഴുതിയില്ല അത്രേ. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ചെറിയ ആളല്ല. അങ്ങനെ ഉണ്ടായിരുന്ന മേൽപ്പത്തൂര് തൃക്കണ്ടിയൂര് ചെല്ലുന്നു, അച്യുത പിഷാരടിയോട് ശിഷ്യപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മാറ്റവും നിങ്ങൾക്കറിയാം. എല്ലാ തരത്തിലുള്ള സൽചിന്തകളും വിട്ടുപോകുന്നു. സദാസമയവും ഭോഗചിന്തകൾ മാത്രം മനസ്സിൽ വരുന്നു. എനിക്ക് തന്നെ ഏതാണ്ട് 11-12 മണിയൊക്കെ ആകുമ്പോഴാണ് എണീറ്റ് വരിക. എണീറ്റ് വന്ന് കുട്ടികളെ അച്യുത പിഷാരടി ജ്യോതിഷം പഠിപ്പിക്കുന്നുണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകും. ഇതിങ്ങനെ പോകുന്നത് കാണുന്നുണ്ട് പിഷാരടി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. എന്നാലും ഒരു ശ്രമം, വീണ്ടും ആ പഴയ പാതയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണില്ല എന്ന് കണ്ടു. അതുകൊണ്ട് ഒരു ദിവസം ഇതേപോലെ ഈ രാശിപ്പലക വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ച സമയം ആവാറായപ്പോൾ എണീറ്റ് പതിവ് പോലെ വരുന്ന സമയത്ത് നടക്കണ വഴിയിൽ രാശിപ്പലക കണ്ടു കുട്ടികളുടെ. അതൊന്ന് മാറ്റി വെക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അതൊന്ന് മാറ്റുമെന്നുള്ള ചോദ്യം പോലും ഇല്ലാതെ ആ രാശിപ്പലക ചാടിക്കടന്ന് അത്ര പോയത്. ആ സമയത്ത് അച്യുത പിഷാരടി ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നാണ് നാരായണീയം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താ ചോദ്യം? ഇത്ര നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് പാഴാക്കി കളയുന്നല്ലോ എന്നൊരു ചോദ്യമുണ്ട്. അതാണ് കൊണ്ടത്. നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം ഒരു തവണയെങ്കിലും ഈ ചോദ്യം നമ്മളോട് സ്വയം ചോദിക്കേണ്ടതല്ലേ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. എത്രയൊക്കെ സാധനയിൽ നമ്മൾ മുന്നോട്ട് വന്നു എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ ഗുരുവായൂരപ്പനോട് നമ്മൾ അടുത്തു എന്ന് പറഞ്ഞാലും, നമുക്കൊരു സംശയം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സ്വയം ചോദിക്കുന്നത് നല്ലതാണ്. ഞാനൊക്കെ ഒരു ദിവസം പലതവണ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു തിരിച്ചറിവുണ്ടാവും. എന്തിനാണ് ഈ ശ്രമം, ഈ ബാക്കിയുള്ള ആയുസ് ചെലവഴിക്കേണ്ടത്? അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന് പറയുന്ന ആ പണ്ഡിത ശ്രേഷ്ഠനിലേക്കുള്ള യാത്ര മേൽപ്പത്തൂർ തുടങ്ങുന്നത്. ആ ചോദ്യം ഉണ്ടല്ലോ, ഇത്ര നല്ലൊരു ജന്മം കിട്ടിയിട്ട് അത് പാഴാക്കി കളയുന്നല്ലോ. ഇപ്പം നാരായണീയം കേൾക്കുന്ന ഓരോരുത്തർക്കും നാരായണീയം പഠിക്കുന്നതിന് മുമ്പ് എന്താണ് നാരായണീയത്തിൽ നിന്ന് കിട്ടുക എന്നുള്ളതിൻ്റെ ഉത്തരവും ആ ചോദ്യത്തിലുണ്ട്. ജന്മം പാഴാവില്ല എന്നുള്ളതാണ് ഏറ്റവും മലയാളം. എന്തിനു വന്നു ജനിച്ചു ഭഗവാനെ ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരപ്പനോട് ചോദിക്കേണ്ട അവസ്ഥ വരില്ല. ആരെ ആശ്രയിച്ചാൽ? നാരായണീയത്തെ ആശ്രയിച്ചാൽ. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭാഗവതം. ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏത് ഗ്രന്ഥവും, അല്ലേ? അതിനുപരിയായിട്ട് ഈ ജീവിതത്തിനെ സാക്ഷാത്കരിക്കാൻ വേണ്ട എന്തൊക്കെ അറിവുകളുണ്ടോ അതെല്ലാം തന്നെ
ആത്യന്തികമായി നാരായണീയത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നാരായണീയത്തെ ദീർഘനാളായിട്ട് ഉപാസിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വതവേ അറിയുന്നുണ്ടാവും. നമുക്ക് ആദിമ പാരമ്പര്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വേദമാണ് അടിസ്ഥാനം. ആ വേദത്തെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപനിഷത്തുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഉപനിഷത്തുകളെ വീണ്ടും ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് പുരാണ ഇതിഹാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉപനിഷത്തെടുത്താലും പുരാണം എടുത്താലും ആത്യന്തികമായിട്ട് പറഞ്ഞു വെക്കുന്നത് വേദ സാരാംശം തന്നെയാണ്, തർക്കമില്ല. ഒരിക്കലും കഥയല്ല ഇതിലൊന്നും പറഞ്ഞിട്ടുള്ളത്, വേദ തത്വമാണ് എന്നുള്ളതും മനസ്സിലാക്കണം. ഇത് വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ ഏകാഹം കൊണ്ടൊക്കെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങളൊക്കെ നാരായണീയം നിരവധിയായിട്ടുള്ള തവണ അതിൻ്റെ പല ആവൃത്തിയിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് നാരായണീയം എന്തെന്ന് പറഞ്ഞു കൊടുക്കുക. നാരായണീയത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ജന്മം പാഴാവില്ല മക്കളെ എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എനിക്ക് സമയമല്ല എങ്കിൽ പോലും ഇത് പറയാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. പണ്ടെന്നല്ലൊരു 4 മാസമായിട്ടേ ഉള്ളൂ തിരുവനന്തപുരത്ത് ഒരു ഭാഗവത സത്രം നടക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ വിഷയം സ്വർഗാരോഹണമാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വിഷയമാണ് ഈ സ്വർഗാരോഹണം പറയുക എന്നുള്ളത്. ഭഗവാന്റെ മായയാണ്, ഭഗവാന്റെ ശരീരം പോലും ഭഗവാന്റെ മായയാണെന്നുള്ള തിരിച്ചറിവൊക്കെ നമുക്കുണ്ടെങ്കിലും ഭഗവാൻ ഭൂമിയിൽ നിന്ന് പോയി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമ. മത്സ്യമായപ്പോഴും കൂർമായപ്പോഴും വരാഹായപ്പോഴും നമുക്ക് വലിയ വിഷമം ഉണ്ടായില്ല. നരസിംഹമായപ്പോൾ ഭഗവാനെ പെട്ടെന്ന് പോണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ പോയി എന്ന് പറയുന്നത് കേട്ടപ്പോൾ അയ്യോ വലിയ വിഷമമാണ്. അപ്പോൾ ഭഗവാന്റെ സ്വർഗാരോഹണം വർണ്ണിക്കുന്ന സമയത്ത് സാധാരണ ഉള്ളതുപോലെ തന്നെ ഭഗവാൻ ഈ ദ്വാരകയുടെ നാശത്തിന് ശേഷം, യാദവന്മാരുടെ നാശത്തിന് ശേഷം ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലഭദ്രസ്വാമി അദ്ദേഹത്തിൻ്റെ ആദ്യ സ്വരൂപമായിട്ടുള്ള ആ ആദിശേഷനിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ഭഗവാൻ വനാന്തർഭാഗത്തേക്ക് പോവുകയും അവിടെ ഒരു മരത്തിൽ ധ്യാനനിരതനാവുകയും ചെയ്യുന്നു. ഭഗവാന്റെ കാൽപാദങ്ങൾ താഴേക്ക് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു കാട്ടാളൻ ആ വഴി വരുന്നു. ആ സമയത്ത് ഭഗവാന്റെ ഏറ്റവും നൈർമല്യത്തോടു കൂടി ഉച്ചപൂജ അലങ്കാരം കേൾക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ എല്ലാവരും. അദ്ദേഹം പറയാം, ആ 2 കുഞ്ഞിക്കാലുകളെ ആശ്രയിക്കുക എന്ന് പറയുക. അങ്ങനെയുള്ള ആ കാലുകൾ കാണുന്ന സമയത്ത് അതൊരു മാനിൻ്റെ മുഖമാണെന്ന് കരുതി അതിലേക്ക് അസ്ത്രം അയക്കുന്നു. കാൽമടമ്പിൽ അമ്പ് കൊണ്ട് ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ അവസാനിപ്പിച്ചപ്പോൾ എന്ത് പറഞ്ഞു? അങ്ങനെ വേടൻ്റെ അമ്പ് കൊണ്ട് ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയി എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് കേട്ടുകൊണ്ടിരുന്ന 2 കുട്ടികൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഞങ്ങളുടെ വേടൻ ചേട്ടൻ അങ്ങനെ ചെയ്യില്ല. ചിരിച്ച ആൾക്കാർക്കൊക്കെ മറ്റേ വേടൻ ആരാന്ന് അറിയാം, അതുകൊണ്ടാണ്. ചിരിക്കാത്ത ആൾക്കാർക്ക് മറ്റേ വേടൻ ആരാന്ന് മനസ്സിലായില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ഏകാഹ ആയിക്കോട്ടെ, സപ്താഹ ആയിക്കോട്ടെ, സത്ര ആയിക്കോട്ടെ, ആത്യന്തികമായിട്ട് നമ്മൾ ഓരോരുത്തരും ആചാര്യന്മാരും ആചാര്യകളുമായിട്ട് മാറേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം നിറയ്ക്കുന്ന പുസ്തകമാണ് ശ്രീമദ് നാരായണീയം. ഇത് ഉപാസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആരായി തീരാൻ സാധിക്കും? മഹാത്മാക്കൾ പറയുന്നുണ്ട്, നാരായണീയത്തിലൂടെ എന്ത് സാധിക്കും? നരനെ നാരായണനാക്കുന്നത് എന്തോ അതാണ് നാരായണീയം. നരനെ നാരായണനാക്കും. ഇപ്പൊ നരനായിട്ട് ജീവിക്കണോ നാരായണനായിട്ട് ജീവിക്കണോ എന്നുള്ളത് നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. ഒരു കാലഘട്ടത്തിൽ നാരായണ ഭട്ടതിരി പോലും നരനായിട്ട് ജീവിക്കേണ്ടി വന്നു. മാനുഷികമായിട്ടുള്ള വികാരങ്ങൾക്ക് അടിമപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായി, നരനായിട്ട് മാത്രം ജീവിച്ചാൽ പോരാ, നാരായണനായിട്ട് മാറണം. അതിനെഴുതിയതാണ് ശ്രീമദ് നാരായണീയം. അതുകൊണ്ട് പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് നാരായണീയത്തിൻ്റെ അന്തസത്ത എന്തെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട്. നാരായണീയത്തിൻ്റെ കാവ്യഭംഗി പറഞ്ഞു കൊടുക്കുന്നത് പോലെ, നാരായണീയത്തിലെ സാഹിത്യം പറഞ്ഞു കൊടുക്കുന്നത് പോലെ, നാരായണീയത്തിലെ സാരാംശവും പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കാരണം നാരായണീയം തന്നെ ആത്യന്തികമായിട്ട് ഒരു സാരാംശത്തിൽ ഊന്നിയിട്ടുള്ള കൃതിയാണ്. പൊതുവിൽ ഭാഗവതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും, ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ അടുത്തറിയാൻ സാധിക്കുന്നവർ ഒരു പ്രത്യേക പക്ഷിയുടെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെന്ന് പറയുമല്ലോ അല്ലേ. ഭാഗവത ഹംസം എന്നാ വിളിക്കുക മളിയൂർ തിരുമേനിയൊക്കെ. ഹംസത്തിന്റെ സ്വഭാവം ഉണ്ടാവണമെന്ന്. പാലും വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് പാല് മാത്രം വേർതിരിച്ചെടുക്കാൻ സാധിക്കണം. ഭാഗവതം നാരായണീയമായിട്ട് മാറ്റിയപ്പോഴും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ത് ചെയ്തിട്ടില്ല? വെള്ളം മാറ്റിയിട്ടില്ല. ഇത്തിരി വെള്ളം ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ? എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും അത് സേവിക്കാനുള്ള അവസരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാ. പക്ഷേ അതിൻ്റെ തത്വാംശം എന്തെന്ന് മനസ്സിലാക്കുക വേണ്ടേ? നാരായണീയത്തിൻ്റെ ജനനം പോലും നോക്കൂ, അങ്ങനെ ഒരു തത്വാംശത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്.
മാതൃത്വത്തിൻ്റെ കൂടെ ഗുരുവായൂർക്ക് എത്തുന്ന ഭട്ടതിരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എങ്കിലും 2 പേർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മേൽപ്പത്തൂരിന് സ്വയം വാതരോഗം വന്നതല്ലല്ലോ. മേൽപ്പത്തൂരിൻ്റെ ഗുരുനാഥനായിട്ടുള്ള അച്യുത പിഷാരടിക്ക് വന്നിട്ടുള്ള വാതരോഗം ഛായാധാനം മുഖേന സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഭട്ടതിരി. 25 വയസ്സ്, 27 വയസ്സാണ് പ്രായം. ഓർത്തു നോക്കൂ, 27 വയസ്സുള്ളൊരു യുവാവാണ് ഗുരുനാഥനോട് പറയുന്നത്, അങ്ങയുടെ പാപഭാരം എനിക്ക് തന്നോളൂ, ഞാൻ സ്വീകരിച്ചോളാം എന്ന്. എത്ര പേർക്ക് സാധിക്കും? അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അവശതകൾ മുഴുവൻ മാറി. അച്യുത പിഷാരടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മേൽപ്പത്തൂരിൻ്റെ വാതരോഗം ആരംഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഗുരുവായൂർക്ക് വരുന്നു. ഗുരുവായൂർ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഭഗവാനെ ഉപാസിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി, ഈ വാതരോഗം മാറാൻ എന്ത് ചെയ്യണമെന്ന് വേണ്ടി ഒരാളുടെ സഹായം തേടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ദാമോദരൻ എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങോട്ട് അയച്ചു? ചിറ്റൂർക്ക് അയച്ചു എന്നാണ് പറയുക, തുഞ്ചാൻ ആശ്രമത്തിലേക്ക്. അവിടെയാണ് ആചാര്യൻ ഉണ്ടായിരുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നോക്കൂ, രാമായണം, പ്രത്യേകിച്ച് രാമായണത്തിൻ്റെ മാസം സമയത്ത് നമ്മൾ നിരവധിയായിട്ട് നമ്മളത് പറഞ്ഞതുമാണ്. രാമായണ ഗ്രന്ഥം എടുത്തിട്ട് ഭഗവാനെ നന്നായിട്ട് ധ്യാനിച്ച്, ആചാര്യൻ തുഞ്ചത്തെഴുത്തച്ഛനെ നന്നായിട്ട് ധ്യാനിച്ച് രാമായണം പുസ്തകം തുറന്നിട്ട് മണത്ത് നോക്കുക. യു ക്യാൻ സ്മെൽ ബ്ലഡ് ഓൺ ഇറ്റ്. രക്തം മണക്കെന്നാ പറയുക. സാമൂതിരിയുടെ തടവിലായിരുന്നു, ചക്കിൽ തളച്ചിട്ടപ്പോൾ എഴുതിയത്. അത് സുഖമായിട്ട് AC ഇരുന്നപ്പോൾ എഴുതിയതല്ല. എൻ്റെ മക്കൾക്ക് നാളെ എൻ്റെ ഭാഷയിൽ പുരാണങ്ങൾ പഠിക്കാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാവണം എന്നുള്ള ആ മഹാത്മാവിൻ്റെ ഒരു ദൃഢനിശ്ചയം കൊണ്ടാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമുക്ക് കിട്ടിയത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും പറയുന്നത്, ആ ഏത് ഗ്രന്ഥമാണ് അവിടെ പാരായണം ചെയ്യപ്പെടുന്നത് അത് എഴുതിയ ആളെ കൂടി സ്മരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെയുള്ള എഴുത്തച്ഛൻ്റെ അടുത്തേക്കാണ് അയച്ചത്. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ വിസ്തരിക്കുന്നില്ല. എന്തു പറഞ്ഞു? മീൻ തൊട്ട് കൂട്ടാൻ പറയുന്നു അല്ലേ. നിരവധിയായിട്ടുള്ള തവണ ഭർസിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ എഴുത്തച്ഛനെ. എന്തൊക്കെയാണ് പറയണത്? മഹാത്മാവായിട്ടുള്ള ഭട്ടതിരിക്ക് താൻ ഈ പറയുന്ന പോലെ ഇമാതിരി സാധനങ്ങളെ കഴിക്കാൻ പാടൂ, തൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ എത്ര പാപിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത്. ഗുരുവായൂർക്ക് ചെന്ന് ഭട്ടതിരിയോട് പറയുന്നു, അദ്ദേഹം പറഞ്ഞത് എന്തെന്ന് എനിക്ക് പുറത്ത് പറയാൻ കൊള്ളില്ല, എന്നാലും പറയൂ എന്നുള്ള നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് പറയുന്നത് മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞു എന്ന്. മേൽപ്പത്തൂരിന് എന്ത് സ്വഭാവം ഉണ്ടായിരുന്നില്ല? പാലും വെള്ളം മിക്സ് ചെയ്ത് കുടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് ഉദ്ദേശം. അത് മാത്രം എടുത്തു. അതെടുത്തു. ഭഗവാന്റെ അവതാരങ്ങളെ കീർത്തിച്ചുകൊണ്ട് നാരായണീയ രചന തുടങ്ങി. ഇന്നത്തെ കാലഘട്ടത്തിലാണ് എഴുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്താവും അവസ്ഥ. അടുത്ത് എവിടെയാ മാർക്കറ്റ് ഉള്ളതെന്ന് നോക്കുക. കാരണം അത് കൊണ്ടുപോകണല്ലോ ഗുരുവായൂർക്ക് പോകുമ്പോൾ. അതുകൊണ്ട് നാരായണീയത്തിൻ്റെ മഹത്വം, നാരായണന്റെ മഹത്വം അത് കൃതി കൊണ്ടും ഭഗവാൻ എന്നുള്ളത് കൊണ്ടും അടുത്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തത്വാംശം മനസ്സിലാക്കി തന്നെ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള സഞ്ചാരമായിരിക്കണം നാളെ പാരായണം ചെയ്യപ്പെടുമ്പോഴും പ്രഭാഷണങ്ങൾ നടക്കുന്ന സമയത്തും ആത്യന്തികമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാവേണ്ടത്. എനിക്ക് സാധിക്കുമെങ്കിൽ ഞാനും വന്ന് കേൾക്കണം എന്ന് കരുതുന്നുണ്ട്. ഇടവന തിരുമേനിയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വരാതിരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതുകൊണ്ട് ആ തത്വാംശത്തെ മനസ്സിലാക്കാനുള്ള ശ്രമം സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുക ആ പാതയിൽ. അതിനൊരു അവസാനമില്ല. നാരായണീയം സാക്ഷാത്കരിക്കും. ഇപ്പം 100 ദശകം എഴുതിയ ഭട്ടതിരി അവസാനം അഗ്രേ പശ്യാമി എന്നുകൊണ്ട് ഭഗവാനെ കണ്ടതോടുകൂടി സാക്ഷാത്കാരം കിട്ടി. ഭഗവാൻ ലയിക്കല്ലോ ചെയ്തത്. എന്താ ചെയ്തേ? പിന്നെയും ഭഗവാൻ സമയം കൊടുത്തു. ഇനിയും നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അങ്ങേക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെ വെറും ഒരു നാരായണീയം, ഞാൻ വെറും ഒരു നാരായണീയം എന്ന് പറഞ്ഞാൽ നാരായണീയത്തെ ചെറുതാക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം എഴുതിയ നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ യാത്രാ വിവരണം എഴുതിയിട്ടുള്ള മഹാത്മാവ് എന്ന് പറയുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ്. ഗോശ്രീ നഗര പ്രശസ്തി എന്നാ പേര്. ഏതാ ഗോശ്രീ? കൊച്ചി. ആ സ്ഥലത്തിന്റെ പേര് അതാണ്. കൊച്ചി എന്നുള്ളത് ഗോശ്രീ എന്നുള്ളതുകൊണ്ട് ഉണ്ടായതാ. എറണാകുളം നഗരത്തിൽ മേൽപ്പത്തൂര് പോയി അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് അത് കൃതിയാക്കിയതാ. നോക്കൂ, യാത്രാവിവരണം എവിടെ നിന്ന് തുടങ്ങിയതാ? നാരായണീയത്തിൽ നിന്ന് തുടങ്ങിയതാ. അതിന് മുമ്പും ഉണ്ട്, കൃതികളുണ്ട്. പക്ഷെ നാരായണീയത്തിലൂടെ അടയാളപ്പെട്ടു മേൽപ്പത്തൂർ. എങ്ങനെ? ഗുരുവായൂരപ്പൻ അടയാളപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് ഈ കലിയുഗ ഭാഗവതമായിട്ടുള്ള നാരായണീയത്തെ ഉപാസിക്കുന്നതിലൂടെ നമുക്കെല്ലാവർക്കും നാരായണനായിട്ട് തീരേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ഏകാഹത്തിലൂടെയും സ്വസ്തിയുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാഗവതത്തെ ഈ പറയുന്ന ചുരുക്കലിലേക്ക് കൊണ്ടുവന്നപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഭാഗങ്ങളൊക്കെ എങ്ങനെ ചുരുക്കി എന്ന് പോലും നമുക്ക് തോന്നും. അതാണ് നാരായണീയത്തിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യം തോന്നാറുണ്ട്.
പൊതുവിൽ പറയുന്നൊരു ഇപ്പൊ രാമായണ മാസക്കാലത്തൊക്കെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഈ ഉത്തര രാമായണം വായിക്കാനേ പാടില്ല എന്ന് പറയുക. ഉത്തര രാമായണം വായിക്കണത് എന്തോ വലിയ അബദ്ധം ഉണ്ടാക്കും, അനർത്ഥം ഉണ്ടാക്കും എന്നൊക്കെയാണ് വിശ്വാസം. ഭഗവാന്റെ ജീവിതത്തിൽ പിന്നീടുണ്ടായ പട്ടാഭിഷേകം കഴിഞ്ഞോടുകൂടി നമ്മുടെ രാമായണം കഴിഞ്ഞു. പിന്നീട് രാമൻ എന്ത് സംഭവിച്ചു, സീതയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഹാപ്പിയാണ്. നോക്കൂ, ഉത്തര രാമായണം ഉൾപ്പെടെ നാരായണീയത്തിൽ 2 ദശകം കൊണ്ടാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയത്. ഏത്? അധ്യാത്മരാമായണം മുഴുവൻ. അതിൽ തന്നെ നോക്കൂ, രാമായണത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാണ്ഡം ഏതെന്ന് ഏത് ആൾക്കാരോട് ചോദിച്ചാലും എല്ലാവർക്കും ഉത്തരം ഏതാ? സുന്ദരകാന്ഡം. ഒരു ശ്ലോകം, ഒറ്റ ശ്ലോകം കൊണ്ട് സുന്ദരകാന്ഡത്തെ ഈ നാരായണീയത്തിലേക്ക് ചുരുക്കാൻ മേൽപ്പത്തൂരിന് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് എങ്ങനെയാണ് സാധിക്കുക? കഴിഞ്ഞു ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാഭാരതം പറയുന്നു. എനിക്ക് ദശകം 86 മഹാഭാരതമാണ്. 34, 35 ദശകം കൊണ്ടാണ് രാമായണം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ സ്ട്രക്ചർ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നാരായണീയം വായിക്കുന്നതിലൂടെ തന്നെ ഭാഗവതം, രാമായണം, മഹാഭാരതം, ഗീത, ഭാഗവതത്തിൽ ഗീത ഇല്ല കേട്ടോ, ആ ഗീത, ഇത് 4 ഒരേ സമയം സാക്ഷാത്കരിക്കാൻ ഏത് ഗ്രന്ഥം കൊണ്ട് സാധിക്കുന്നു? നാരായണീയം കൊണ്ട് സാധിക്കുന്നു. ഭാഗവത്തിന്റെ അത്ര കട്ടിയില്ല എന്നൊന്നും പറഞ്ഞ് ചെറുതായി കാണരുത്. പ്രത്യക്ഷ കൃഷ്ണനാണ് ഭാഗവതം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് പ്രത്യക്ഷ ഗുരുവായൂരപ്പനാണ് നാരായണീയം. കാരണം ഗുരുവായൂരപ്പന് വേണ്ടി എഴുതിയിട്ടുള്ളതാണെന്ന് പറയാം. ഒരു കഥയൊക്കെ ഉണ്ട്, ഈ എടത്തിരികത്താവ് ഭഗവതിയുടെ അടുത്ത് ഉണ്ണി പോയി എന്നും സൗന്ദര്യലഹരി കേട്ടു എന്നും എനിക്ക് അതുപോലൊരു പുസ്തകം വേണമെന്ന് പറഞ്ഞു, അതൊക്കെ കഥ. പക്ഷെ ഗുരുവായൂരപ്പന് വേണ്ടി, കാരണം ഞാൻ ഈ പദം വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള കാരണം ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഒരു മൂർത്തിയെ സൃഷ്ടിച്ചതിൻ്റെ ഒരു പങ്ക് അവകാശപ്പെടാനുള്ള അധികാരം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് ഉണ്ട്. എന്തുകൊണ്ട്? അതിനു മുമ്പൊന്നും വലിയ രീതിയിൽ ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു പദം പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല. പൂന്താനം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ സമകാലീനായിരുന്നു. അദ്ദേഹം എഴുതിയ ഏത് ഗ്രന്ഥത്തിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? മരുൽപുരപതേ, പവനപുരേശ എന്നൊക്കെ ഒരു വാചകം എവിടെയെങ്കിലും ഉണ്ടോ? കൃഷ്ണ, ഉണ്ണിക്കണ്ണ എന്നൊക്കെ നിരവധിയായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. പക്ഷെ എവിടെയെങ്കിലും ഗുരുവായൂരപ്പ എന്നൊരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കൂ? ഇല്ല. എപ്പോഴാണ് അത് കൂടുതൽ പ്രചാരത്തിലേക്ക് വന്നിട്ടുള്ളത്? മേൽപ്പത്തൂർ ഓരോ ദശകം കഴിയുന്ന സമയത്തും മരുൽപുരപതേ, വാതാലയേശ എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ ഈ പേര് ഇങ്ങനെ ലോകത്തിന് മുഴുവൻ മുമ്പിൽ പ്രസിദ്ധപ്പെടുത്തി. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു മഹാത്മാവ് കൂടി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശങ്കാളിപുരം അനന്തരാമ ദീക്ഷിതർ എന്നാണ്. കേട്ടിട്ടുള്ള ആൾക്കാർ നാരായണീയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി എല്ലാവർക്കും അറിയായിരിക്കും. ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ തന്നെ ഒരു തമിഴ് സമ്പ്രദായത്തിൽ, അല്ലെങ്കിൽ നാരായണീയത്തിന്റെ പ്രശസ്തി കേരളത്തിന് പുറത്ത് ഇത്രയധികം വ്യാപിപ്പിച്ചിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് ശങ്കാളിപുരമാണ്. നിങ്ങൾ ഗുരുവായൂർ പോവുകയാണെങ്കിൽ അവിടെ മാനേജർ ഇരിക്കുന്ന ക്യാമ്പിനുണ്ട്. ആ ക്യാമ്പിന്റെ സൈഡിലേക്ക് നോക്കുക, നല്ലൊരു ഫോട്ടോ കാണാം. നടുവിൽ ഗുരുവായൂരപ്പൻ, ഒരു ഭാഗത്ത് മേൽപ്പത്തൂര്, ഒരു ഭാഗത്ത് ശങ്കാളിപുരം അനന്തരാമ ദീക്ഷിതർ. കാരണം എന്താ? കലിയുഗത്തിൽ ഭാഗവതത്തെ ആശ്രയിക്കാൻ നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ, ഇല്ലാത്തവർക്ക് മാത്രാട്ടോ, സമയം ഇല്ലെങ്കിൽ നാരായണീയം എന്ന് പറയുന്ന ഒരു പ്രത്യക്ഷ ഗ്രന്ഥം ഭഗവാന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഗുരുവായൂരിനെ ഗുരുവായൂരാക്കിയതിലൊരു പങ്കും നാരായണീയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് അവകാശപ്പെടാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ ഇപ്പം നമ്മൾ കയറിപ്പോകുന്ന സമയത്ത് ഇടതുഭാഗത്തുള്ള അർദ്ധഘട്ടിപ്പടിയിൽ ഇരുന്നുകൊണ്ടാണ് നാരായണീയ രചന നടത്തുന്നത് എല്ലാവർക്കും അറിയാം. ആദ്യം പറയാനുള്ളത്, അദ്ദേഹം ഈ നാരായണീയ രചന തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ വാതരോഗം ഭയങ്കരമായിട്ട് കലശമായിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഉമിനീരൊലിക്കുന്നുണ്ടായിരുന്നു അത്രേ. എപ്പോഴാണ് മലമൂത്ര വിസർജനം സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. യൂറിൻ പാസ് ചെയ്യും ചിലപ്പോൾ അറിയാണ്ടേ, കാരണം ശരീരം തൻ്റെ നിയന്ത്രണത്തിലല്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ബലിക്കല്ലിന് പുറകെ ഇരുന്നു എന്നാ. ബലിക്കല്ലിന് അപ്പുറത്തേക്കുള്ള ഭാഗത്ത് അശുദ്ധി ഉണ്ടെങ്കിലേ പുണ്യാഹം വേണ്ടു എന്നുള്ളത് കൊണ്ട് അന്നത്തെ ഗുരുവായൂരിന്റെ സ്ട്രക്ചർ അനുസരിച്ച് അദ്ദേഹം ബലിക്കല്ലിന് പുറകിൽ ഒരു പട്ടക്കുട ചാരി വെച്ച് അതിൻ്റെ താഴെ ഇരുന്നിട്ടാണ് നാരായണീയ രചന തുടങ്ങണത്. ഇന്നത്തെ ഗുരുവായൂരല്ലേ, മണലാണെന്നാ പറയുക, ചൂട് പഴുത്ത മണല്. ആ മണലിന്റെ മുകളിൽ ഒരു പീഠം വെച്ച് ആ പീഠത്തിന്റെ മുകളിൽ ഇരുന്ന് ഈ വിറച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തതാണ് സാന്ദ്രാനന്ദാവബോധം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ശ്ലോകം. ഒരു 3 ദശകം 4 ദശകം ഏതാണ്ട് 10ഒക്കെയാണ് പല മഹാത്മാക്കളും പറയുന്നത്. അപ്പോഴൊക്കെയാണ് അത്ര ഒന്ന് യഥാർത്ഥത്തിൽ ഒന്ന് ശരീരം കുറേയൊക്കെ നിയന്ത്രണത്തിലായത്. അതിൽ തന്നെ 3ാമത്തെ ദശകമായ സമയത്ത് അതികഠിനമായിട്ട് ശരീരം കോപിച്ചു എന്ന് പറയാറുണ്ട്.
വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എന്നെ കൊണ്ട് ഇന്ന് എൻ്റെ ഭഗവാന്റെ അടുത്തേക്ക് നിങ്ങൾ എത്തിക്കില്ലേ എന്ന് പോലും ചോദിക്കുന്നുണ്ട് മേൽപ്പത്തൂർ തന്റെ രോഗങ്ങളോട്. അങ്ങനെ എഴുതി ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ് ഈ നാരായണീയം. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ആത്യന്തികമായിട്ട് ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ ഒന്ന് മേൽപ്പത്തൂരൊന്ന് പിടിച്ചോ, ഒന്ന് തൽക്കാലം നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഈ ഗുരുവായൂരപ്പൻ്റെ ഈ ഓരോരോ അലങ്കാരങ്ങൾ കണ്ട്, ഗുരുവായൂരപ്പൻ്റെ ഓരോരോ കഥകൾ കേട്ട് നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ഇരുന്നാൽ മതി, പെട്ടെന്ന് നിങ്ങൾക്കൊരു മോക്ഷം വേണ്ട എന്ന് മേൽപ്പത്തൂരിന് തോന്നിയോന്ന് തോന്നും. കാരണം എന്താ? അവസാനിപ്പിച്ച സമയത്ത് എന്തേ പറഞ്ഞോളൂ? ആയുരാരോഗ്യ സൗഖ്യം അല്ലേ? അങ്ങേ എന്നെ ലയിപ്പിക്കണേന്ന് എപ്പോഴെങ്കിലും മേൽപ്പത്തൂർ പറഞ്ഞോ? നാരായണീയം വായിക്കൂ. ഓരോ സമയത്തും പറയുന്നത് ഭഗവാനെ എൻ്റെ രോഗത്തെ മാറ്റിത്തരണേ, എൻ്റെ രോഗത്തെ മാറ്റിയില്ലെങ്കിൽ അങ്ങേക്കാണ് കൃഷ്ണ കുറച്ചിൽ. നമുക്ക് പറയാൻ സാധിക്കണം ഗുരുവായൂരപ്പൻ്റെ അടുത്ത്, ഇത് നടത്തി തന്നില്ലെങ്കിൽ കൃഷ്ണ അങ്ങേക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ച സമയത്ത് എന്ത് പറയുകയും ചെയ്തു? ആയുരാരോഗ്യ സൗഖ്യം. നാരായണീയം ഉപാസിക്കുന്ന, നാരായണീയം സേവിക്കുന്ന നാരായണീയ ഹംസങ്ങൾക്ക് ലഭിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യമാണ്. ആയുസ് ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. ഇത് രണ്ടും മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഒരു മനസമാധാനം ഇല്ലാത്ത ജീവിതമാണെങ്കിൽ അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. അതുകൊണ്ട് എന്തും കൂടെ വേണം? സൗഖ്യം, സുഖം അതും കൂടെ തരും. പോരാ, ഇനിയിപ്പോൾ പൈസ വേണം, ധനം വേണം എന്നാണെങ്കിലോ, ആ ധനത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ കിട്ടുന്ന ആനന്ദം പരമാനന്ദ സന്തോഷ ലക്ഷ്മി തരും. നാരായണീയത്തെ ഉപാസിക്കുന്നതിലൂടെ ആയുരാരോഗ്യ സൗഖ്യമുണ്ട്, പരമാനന്ദ സന്തോഷ ലക്ഷ്മിയുണ്ട്. ഒരു മനുഷ്യന് ആ ജീവിതം സാർത്ഥകമാക്കാൻ പുരുഷാർത്ഥങ്ങളിലെ മോക്ഷത്തെ മാത്രം ഒന്ന് മാറ്റിവെച്ച് എന്തിനു വേണ്ടിയിട്ടാ? ചിലപ്പോൾ പറയാറുണ്ട്, ഗുരുവായൂരപ്പൻ തന്നെ ചിലപ്പോൾ ചോദിക്കത്രേ, ഞാൻ നിങ്ങൾക്ക് മോക്ഷം തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ പല മഹാത്മാക്കളും പറയും, വേണ്ട ഭഗവാനെ, ഞങ്ങൾക്ക് അങ്ങയുടെ കഥയൊക്കെ കേട്ട്, അങ്ങയുടെ പായസം കഴിച്ച്, അങ്ങയുടെ എഴുന്നള്ളിപ്പ് കണ്ട്, ഓരോ ദിവസത്തെ ഉച്ചപൂജാലങ്കാരം കണ്ട്, അങ്ങേ വന്നിങ്ങനെ തൊഴുത് അങ്ങയുടെ അടുത്തിരുന്ന് നാമം ജപിച്ച്, ഇതിൻ്റെ ഒരു സുഖം മോക്ഷത്തിനുണ്ടോ? അതുകൊണ്ട് വേണ്ട മാത്രമേ പറയാ. മേൽപ്പത്തൂരിനും തോന്നി. അതുകൊണ്ട് നാരായണീയത്തെ ഉപാസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭക്തിജ്ഞാന വൈരാഗ്യമൊക്കെ ഉണ്ടായിക്കോട്ടെ, അതിൻ്റെ ഒപ്പം തന്നെ ആയുരാരോഗ്യ സൗഖ്യവും പരമാനന്ദ സന്തോഷ ലക്ഷ്മിയും. അത് തന്നെ നോക്കൂ, ഈ ആനന്ദ ശബ്ദം നാരായണീയത്തിൽ ഏറ്റവും പ്രകടമായിട്ട്. നാരായണീയം എന്ത് തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് സന്തോഷമേ പറയാൻ പറ്റുള്ളൂ. കാരണം നാരായണീയത്തിന്റെ ഓരോ ഭാഗത്തും ഇങ്ങനെ ആവർത്തിച്ച് വന്നിട്ടുള്ളൊരു പദം എന്ന് പറയുന്നത് ആനന്ദ ശബ്ദമാണ്. ഭാഗവതത്തിൽ തന്നെ നമുക്കറിയാം, ഭാഗവത്തിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഭാഗവതം തുടങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നത്, ഇത് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കഥയാണെങ്കിലും, ഇത് ഭഗവാൻ കൃഷ്ണന്റെ കഥയാണെങ്കിലും, മഹാവിഷ്ണുവിൻ്റെ കഥയാണെങ്കിലും, മഹാവിഷ്ണുവിനെ സ്മരിച്ചുകൊണ്ടല്ല ഭാഗവതം തുടങ്ങിയത്. പകരം എന്തിനെ സ്മരിച്ചു? പരമമായിട്ടുള്ള സത്യത്തെ സ്മരിച്ചു. സത്യം പരം ധീമഹി. അതുകൊണ്ട് മേൽപ്പത്തൂരും ഈ സാന്ദ്രാനന്ദാവബോധം പറഞ്ഞു കഴിഞ്ഞിട്ട് കൃഷ്ണനെ കുറിച്ചല്ല അവിടെ പറഞ്ഞത്, പകരം എന്തിനെ കുറിച്ച് പറഞ്ഞു? ബ്രഹ്മതത്വത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ? ബ്രഹ്മതത്വമാണ് ആദ്യം പറയുന്നത്, പിന്നെയാണ് ഭഗവാൻ ശരീരം കൊടുക്കുന്നത് മേൽപ്പത്തൂര്. ആ തത്വാംശത്തെ മനസ്സിലാക്കാനാണ് പറയണത്. കൃഷ്ണൻ ഗുരുവായിരിക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത്. എന്ത് പറഞ്ഞു? ബ്രഹ്മതത്വം ഗുരുവായിരിക്കുന്നു എന്നാ പറഞ്ഞത്. വ്യത്യാസമുണ്ട്. സത്യം കൊണ്ട് തുടങ്ങുന്ന ഭാഗവതം അവസാനിക്കുന്നതും സത്യം കൊണ്ട് തന്നെ. സത്യം പരം ധീമഹി എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ്. ഭഗവാന്റെ അവതാരം ഉണ്ടാവുന്ന സമയത്ത് ബ്രഹ്മാദി ദേവകളൊക്കെ വന്ന് ഭഗവാനെ സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം 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 എന്ന് പറയുന്ന പദമാണ്. ഇനി നാരായണീയത്തിലേക്ക് വന്നാലോ, തുടങ്ങുന്നത് സാന്ദ്രാനന്ദ ശബ്ദത്തോടു കൂടിയിട്ടാണ് അല്ലേ? അവസാനിപ്പിക്കുന്നതോ പരമാനന്ദ സന്തോഷ ലക്ഷ്മി. അവിടെയും ആനന്ദം വന്നു. കൃഷ്ണാവതാരം വരുന്ന സമയത്തോ അവിടെ സാന്ദ്രാനന്ദ തനോ എന്ന് പറഞ്ഞാ തുടങ്ങണേ. ഈ കൃഷ്ണാവതാരം വർണ്ണിക്കുന്ന സമയത്തും ആനന്ദ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് പറഞ്ഞത് നാരായണനായിട്ട് തീരുക എന്നുള്ളത്. കാണുന്നവരിലൊക്കെ നാരായണനെ കാണാൻ സാധിക്കുക. ഇതാണ് പാവം എഴുത്തച്ഛൻ
ഹരിനാമ കീർത്തനം എഴുതിയ സമയത്ത് ഒരു ശ്ലോകം കൊണ്ട് അദ്വൈതം എന്താന്ന് പറഞ്ഞു തന്നു അല്ലെ? യാതൊന്നു കാണുന്നത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമഃ. ഇത് തന്നെ എവിടെയും പറഞ്ഞു. ഒരു ഭാഗത്ത് സത്യം കൊണ്ട് പറഞ്ഞു, ഒരു ഭാഗത്ത് ആനന്ദം കൊണ്ട് പറഞ്ഞു. നമ്മൾ ഏതൊരു ശബ്ദം എടുക്കുന്ന സമയത്ത് ഇവിടെ ആനന്ദ ശബ്ദം കൊണ്ടാണെന്ന് പറയുന്നെങ്കിൽ ഒരു വിശേഷമാണ്. നോക്കൂ, നാരായണീയം തന്നെ പലയിടത്തും പറയുന്നത് നാരായണീയം കേൾക്കാൻ മാത്രമുള്ളതല്ല, നാരായണം കുടിക്കാനുള്ളതാന്ന് പറയുന്നത്. പിത്വ മണക്കാനും കുടിക്കാനും രസിക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു ഗ്രന്ഥം. ഇഷ്ടം കൂടി പോയി കഴിഞ്ഞാൽ കർമ്മപദം മാറ്റി പറയുന്ന ആൾക്കാര് കേൾക്കണേന് പകരം കുടിക്കുന്ന പറഞ്ഞു. നമ്മൾ കുട്ടികളെ കണ്ട പറയില്ലേ, കടി തിന്നട്ടെ ഞാൻ, കടി തിന്നാണോ? അല്ല, ഇഷ്ടം കൂടുമ്പോ കർമ്മപദം മാറ്റി പറയുക എന്നുള്ളതൊരു സവിശേഷത. അപ്പൊ അതുകൊണ്ട് നാരായണീയത്തെ കുടിക്കാനാ പറഞ്ഞത്. കാരണം നാരായണീയം അമൃതാണ്. ആ അമൃത് കുടിക്കുന്നവർക്ക് എന്തില്ല? നോക്കൂ, അതാണ് മേൽപ്പത്തൂരിന്റെ മറ്റൊരു ഗ്ലോറി. മേൽപ്പത്തൂര് നാരായണീയത്തിലേക്ക് ഭാഗവത്തിനെ കൺവേർട്ട് ചെയ്ത സമയത്ത് ഒരു ഭാഗം പ്രത്യേകമായിട്ട് വിട്ടുകളഞ്ഞു. സ്വർഗാരോഹണമൊന്നുമല്ല. ഏത്? നമുക്ക് ആർക്കും താല്പര്യമില്ലാത്തൊരു ഭാഗം, നരകവർണ്ണന. നരകത്തെക്കുറിച്ച് മേൽപ്പത്തൂര് വർണ്ണിച്ചില്ല നാരായണീയത്തിൽ. എന്തുകൊണ്ട്? നാരായണീയം വായിക്കുന്ന ആൾക്കാർക്കൊന്നും എന്ത് പറഞ്ഞിട്ടില്ല. നരകത്ത് പോണ്ട, പിന്നെ അതിനെക്കുറിച്ച് അറിയേണ്ട എന്താ ആവശ്യം? അതുകൊണ്ട് എന്ത് മാറ്റിവെച്ചു? നരകവർണ്ണന അങ്ങോട്ട് മാറ്റിവെച്ചു. അദ്ദേഹം മാറ്റിയ ഭാഗങ്ങളിൽ നരകവർണ്ണന ഇല്ല, പുരഞ്ജനോപാഖ്യാനം ഇല്ല, സ്വർഗാരോഹണം ഇല്ല, ഇനി മറ്റൊന്നും കൂടി ഇല്ല. എന്ത്? നമ്മളൊക്കെ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കണ്ടല്ലോ, നാളെ വരുമോ, മറ്റന്ന് വരുമോ, അതിന്റെ പിറ്റേ ദിവസം വരുമോ. കൽക്കി അവതാരവും നാരായണീയത്തിലില്ല. ഇതൊക്കെ മാറ്റി വെച്ചപ്പോ രാധയെ കൊണ്ടുവന്നു, രാമായണം 2 ദശകത്തിൽ ഉത്തരരാമായണം ചേർത്ത് പറഞ്ഞു, ഗീത കൊണ്ടുവന്നു, ഭാരതം കൊണ്ടുവന്നു, ഇതെല്ലാം കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ മാറ്റി വയ്ക്കുകയും ചെയ്തു, ചിലത് ആവശ്യമില്ലാത്ത ചിലത് കൊണ്ടുവരികയും ചെയ്തു എന്നാ പറയാ മഹാത്മാക്കൾ. അപ്പൊ അങ്ങനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഗ്രന്ഥം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അത് തന്നെ നോക്കൂ, ആ പദങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഭംഗി. സ്തംഭേ കട്ടയതോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു തൂണ് പൊട്ടിയിട്ടുണ്ട്. കാളിയമർദ്ദനം ഇവിടെ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് ശ്ലോകങ്ങൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഭഗവാന്റെ പാദങ്ങൾ ഒരു പത്തിയിൽ നിന്ന് അടുത്ത പത്തിയിലേക്ക് പോകുന്നതിൻ്റെ ആ താളം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ വൈഖരി, വാക്ചാതുര്യം മേൽപ്പത്തൂരിന്റെ. അങ്ങനെയുള്ള ആ ഗ്രന്ഥത്തിലൂടെ ഭഗവാനെ അറിയാനും അനുഭവിക്കാനും സാധിക്കുന്ന അദ്ദേഹം പറയണം. അതിനെന്ത് ചെയ്താൽ മതി? നാരായണീയത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് അവസാനം ഒന്ന് കിട്ടും. എന്ത്? ചിത്തം നിത്യസ്ഥിതമേ പവന പുരമതി. അങ്ങയുടെ ഈ പാദമൂലം എപ്പോഴും ഞങ്ങളുടെ ചിത്തത്തിൽ ഉറച്ചു നിൽക്കണേ ഭഗവാനെ. ആ ഒറ്റ പ്രാർത്ഥനയിലൂടെയാണ് ആയുരാരോഗ്യ സൗഖ്യവും പരമാനന്ദ സന്തോഷലക്ഷ്മിക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ആ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള ഈ ഗ്രന്ഥത്തെ അറിയുന്ന തരത്തിൽ എങ്ങനെയാണെങ്കിലും, ഇപ്പം നേരത്തെ ഇവിടെ വ്യാഖ്യാനിച്ച സമയത്ത് പല ആളുകളും പറഞ്ഞു, സ്വാഗതപ്രസംഗത്തിലൊക്കെ പറഞ്ഞു, നമുക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ച് നാരായണീയത്തെ എങ്ങനെ മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ശേഷിക്കും അനുസരിച്ച് സാധിക്കുമോ അത് മനസ്സിലാക്കാനും ആ ബുദ്ധിക്കും ശേഷിക്കും അപ്പുറത്തേക്ക് നാരായണീയത്തിൻ്റെ വലിപ്പം ബോധ്യപ്പെടുത്താനുമാണ് ഈ ഏകാഹം സ്വസ്തി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു ലെവലിൽ നമ്മൾ മനസ്സിലാക്കാൻ ചെയ്യുക. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള തിരിച്ചറിവ് സമ്പാദിക്കുക. ഞാൻ നാരായണീയൊക്കെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ആളാണ് എന്ന് പറയുന്നത് ഭഗവാൻ പണ്ട് പറഞ്ഞ പോലെ ഈ വിഭക്തിയേക്കാൾ ഭക്തിയാണ് താല്പര്യം എന്ന് ഭഗവാനെ കൊണ്ട് പറയിക്കാതിരിക്കുക. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ മേൽപ്പത്തൂരിനെ വില്ലനാക്കണ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നല്ലോണം ഉണ്ട്. നമ്മുടെ ഒരു ധാരണയിൽ പൂന്താനം പരമമായിട്ടുള്ള ഭക്തൻ, മേൽപ്പത്തൂര് അഹങ്കാരിയായിട്ടുള്ള ഭക്തൻ. നോക്കൂ, ആത്യന്തികമായിട്ട് ഭഗവാന്റെ ഭക്തനെ നിന്ദിക്കുക എന്ന് പറയുന്നത് ഭഗവാനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. കഥയിൽ അങ്ങനെ പലതും ഉണ്ടാവും. പത്മനാഭോ അമരപ്രഭു, പത്മനാഭോ അമരപ്രഭു ഒക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് കൊണ്ടുപോയിട്ട് മേൽപ്പത്തൂരിന് ചാർത്തി കൊടുക്കുമ്പോൾ ആത്യന്തികമായിട്ട് നമ്മൾ അപമാനിക്കുന്നത് ആരെ തന്നെയാണ്? ഭഗവാനെ തന്നെയാണ്, ഗുരുവായൂരപ്പനെയാണ്. സ്വപ്നദർശനം കാണിച്ചു എന്നാ പറയുക. എന്ത്? ഒരു ഉണ്ണി. ഇതാ ഈ പുസ്തകത്തിലുള്ളത് ഗുരുവായൂർ ദേവസ്വം പുറത്തിറക്കിയിട്ടുള്ള പ്രൊഫസർ പന്മന രാമചന്ദ്രൻ നായരുടെ നാരായണീയം വ്യാഖ്യാനാണ്. ഇത് വായിക്കുക. ഏതോ ഒരു സമയത്ത് തിരക്ക് കൊണ്ട് പൂന്താനത്തിന്റെ ഗ്രന്ഥം വാങ്ങാതിരിക്കുന്ന ഈ പറയുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് ഗുരുവായൂരപ്പൻ അശരീരി ഒന്നുമല്ല കേൾപ്പിച്ചത്. ഏത്? ശ്രീലകത്തുനിന്ന് അശരീരി ഉണ്ടായി,
താങ്കളുടെ വിഭക്തിയേക്കാൾ എനിക്ക് പൂന്താനത്തിൻ്റെ ഭക്തിയാണ് ഇഷ്ടം എന്ന് ഗുരുവായൂരപ്പൻ ശ്രീകോവിലിൽ ഇരുന്ന് പറയല്ല ചെയ്ത്. ഒരു ഉണ്ണി മേൽപ്പത്തൂരിൻ്റെ സ്വപ്നത്തിൽ വന്നു പറഞ്ഞു അത്രേ. പിറ്റേ ദിവസം മേൽപ്പത്തൂര് പോയി നമസ്കരിച്ചു പൂന്താനത്തെ. നോക്കൂ അദ്ദേഹത്തിൻ്റെ വലുപ്പം എന്താന്ന്. അദ്ദേഹത്തിന് ഇത് പറയേണ്ട എന്താവശ്യമുള്ളത്? എന്തോ ഒരു സ്വപ്നം കണ്ടു, അങ്ങനെ വിട്ടാ പോരെ. ഉള്ളിൽ ഭഗവാൻ ഉണ്ടായിരുന്നു മേൽപ്പത്തൂരിനെ, അതുകൊണ്ടാ പോയി നമസ്കരിച്ചത്. അതുകൊണ്ട് ഈ നാരായണീയം ഏകാഹം കഴിയുമ്പോഴെങ്കിലും നമ്മൾ ഈ മേൽപ്പത്തൂരിനെ വില്ലനാക്കണ കഥകളൊക്കെ കേൾക്കുമ്പോൾ പൊതുവിൽ പറയാം, ഏറ്റവും കൂടുതൽ ഈ ധർമ്മത്തിലുള്ള പ്രയാസം അനുഭവപ്പെടുന്ന 2-3 ആൾക്കാരെന്ന് പറഞ്ഞു ഗുരുവായൂരപ്പൻ തന്നെ സ്വയം, പിന്നൊന്ന് നാരദ മഹർഷി, പിന്നൊന്ന് മേൽപ്പത്തൂര. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവർക്കാ ചാർത്തി കൊടുക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ധ്രുവന് ഉപദേശിക്കുന്നത്, ഓം നമോ നാരായണായ എന്ന് പറയുന്ന മന്ത്രം പ്രഹ്ലാദന് ഉപദേശിക്കുന്ന ആ നാരദ മഹർഷിയാണ് നമ്മളെ ഏഷണിക്കാരെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എത്ര നാരായണീയം വായിച്ചിട്ട് എന്താണ് കാര്യം? അതാണ് ഞാൻ പറഞ്ഞത്, ഭഗവാന്റെ ഭക്തരെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് ഭഗവാനെ അപമാനിക്കുന്നതിന് തുല്യ. കാരണം ഭഗവാന്റെ ഒരു പ്രോമിസ് ഉണ്ട്, എന്ത്? അഹം ഭക്ത പരാധീന. ഞാൻ എൻ്റെ ഭക്തന്റെ അടിമയാണ്, ഞാൻ എൻ്റെ ഭക്തനിൽ പരാധീനനാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്ന ഭഗവാനാട്ടോ പറയണേ അഹം ഭക്ത പരാധീനാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ നാരായണീയ അമൃതത്തെ ഏറ്റവും പവിത്രമായിട്ട് കണ്ടുകൊണ്ട് സേവിക്കാൻ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനി അതിൽ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വൃശ്ചികമാസം വരാൻ പോകുന്നു. ഭഗവാൻ സ്വാമിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഭഗവാൻ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ഭഗവാനെ കലിയുഗ വരദൻ എന്നാ വിളിക്കുക അല്ലേ. കലികാലത്തിൽ ഭഗവാൻ അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ധർമ്മം ഇങ്ങനെയൊക്കെ പരിപോഷിച്ച് പോകുന്നത് എന്നാ പറയുക. എന്നാൽ ഈ കലിയുഗ വരദൻ എന്ന് ഭഗവാനെ വിളിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഭഗവാനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കേരളീയ പാരമ്പര്യത്തിൽ ശനിക്കുണ്ടാവണ അപഹാരത്തിന് പരിഹാരമായിട്ടാണ് ശാസ്താവിനെ പറയുക അല്ലേ. ശനിദോഷം മാറ്റണ ആളാണ് ശാസ്താവ്. നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഹനുമാനാവും, ശാസ്താവും ഹനുമാനും. ഇപ്പൊ ജ്യോതിഷം അറിയാവുന്ന ആളുകൾക്കറിയാം, ജ്യോതിഷത്തിൽ ഓരോ ഗ്രഹങ്ങളെ ഓരോ മൂർത്തിക്ക് വേണ്ടി സങ്കല്പിക്കും. ഇപ്പൊ സൂര്യൻ മഹാദേവനാണ്, ചന്ദ്രൻ ദുർഗയാണ്, ഇങ്ങനെ പോവും. ചൊവ്വ സുബ്രഹ്മണ്യനും ഭദ്രകാളിയും പറയാറുണ്ട്. ഇങ്ങനെ പോവും. ചില വസ്തുക്കളും കൽപ്പിക്കും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം, ഞാൻ ഈ ഗ്രന്ഥം നാരായണീയം പലതവണ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ നാരായണീയം അങ്ങനെ ഭയങ്കരമായിട്ട് വായിക്കുന്ന ആളെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും നാരായണീയത്തിൽ ഏത് ഭാഗമായിരിക്കും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഏറ്റവും ശ്രദ്ധയോടുകൂടി എഴുതിയത്, ഏറ്റവും സന്തോഷത്തോടു കൂടി എഴുതിയത്, ഏറ്റവും ചാരിതാർത്ഥ്യത്തോടു കൂടി എഴുതിയതെന്നൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചു നോക്കും. ഞാനിത് എന്നോടൊന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയൊരു ഉത്തരം, ഇത് എൻ്റെ ആധ്യാത്മികതയുടെ തലമായിട്ട് നിങ്ങൾ മാത്രം എടുത്താൽ മതി, ഏറ്റവും താഴ്ന്ന തല. മേൽപ്പത്തൂർ 100 ദശകം എഴുതിയ സമയത്ത് ഏത് ദശകമായിരിക്കും ഏറ്റവും അധികം സന്തോഷത്തോടു കൂടിയും വികാരാധീനനായിട്ടും എഴുതിയിട്ടുണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ കാണിച്ചു തന്നൊരു ദശകമുണ്ട്. അതേതാ? ആ ദശകം വരുന്നത് ദശകം 43. ഏതാ? തൃണാവർത്തവധം. തൃണാവർത്തനെ ഭഗവാൻ വധിച്ചു. സത്യം, തൃണാവർത്തനെ ഭഗവാൻ വധിച്ചു. എങ്ങനെയാ? ഭഗവാൻ ഈ അമ്മയുടെ മടിയിലിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഭാരക്കൂടുതൽ തോന്നി ഉണ്ണിയെ. അപ്പൊ അവിടെ നിലത്തിട്ടു. ആരാ വന്നേ? കാറ്റായിട്ടാണ് അസുരൻ വരുന്നത് അല്ലെ. കൊടുങ്കാറ്റായിട്ട് തൃണാവർത്തൻ വന്നു, ഭഗവാനെ ഉയർത്തി. ഭഗവാൻ സ്വയം ഭാരം കൂട്ടി. ആ സമയത്ത് അസുരന് താങ്ങാൻ സാധിച്ചില്ല, അമ്മ കരഞ്ഞു. ആ സമയത്ത് ഭഗവാൻ ഈ തൃണാവർത്തനെ നിഗ്രഹിച്ചു. ഇതിലൊരു ചെറിയ ഭാഗം ഒളിഞ്ഞു കിടക്കണില്ലേ? ഓർത്തു നോക്കൂ. ഈ തൃണാവർത്തൻ ആരാണ്? കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവാണ്. വായു കോപിക്കുമ്പോൾ ഉണ്ടാവണ അസുഖമാണ് എന്ത്? വാദം. വായു കോപിച്ചപ്പോൾ ഉണ്ടായ അസുഖമാണ് വാദം. അപ്പൊ ഭഗവാനെ അങ്ങ് എൻ്റെ വാദരോഗത്തെ മാറ്റിത്തരണേ. കാരണം അങ്ങ് ആരെ കൊന്നിട്ടുണ്ട്? വായുവിനെ അങ്ങ് കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വായുരോഗത്തെ അങ്ങ് മാറ്റി തരണേന്നാണ് 43-ാമത്തെ ദശകത്തിന്റെ അവസാനം. വാദാത്മകം ധനുജമേവി പ്രദ്യുന്നൻ വാദോത്മഭാൻ മമ ഗതാൻ കിമു നോ ദുനോഷി കിം വാ കരോമി പുനരപ്യ നിലാലയേശ നിശേഷ രോഗശമനം മുഹുരുത്തതയത്വം എന്ന് പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കണേ? അല്ലയോ ഗുരുവായൂരപ്പ, ഇപ്രകാരം വാദസ്വരൂപനായുള്ള അസുരനെ ഇല്ലാതാക്കി അവിടുന്ന് വാദകോപം കൊണ്ടുണ്ടായിട്ടുള്ള എൻ്റെ ഈ രോഗത്തെ മാറ്റി തരാത്തത് എന്താണ് എന്ന് ചോദിച്ചത്.
തൃണാവർത്തനായിട്ടുള്ള കാറ്റിനെ അങ്ങേക്ക് കൊല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ദേഹത്ത് കോപിച്ചിരിക്കുന്ന ഈ വായുവിനെ കൊല്ലാൻ അങ്ങേക്ക് എന്ത് എളുപ്പമാണ്. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇത് ചെയ്യാത്തത്? എപ്പോ? 43-ാമത്തെ ദശകത്തിൽ. അപ്പോഴാ ചോദിച്ചേ. അതുകൊണ്ട് ഈ വായു കോപം എന്ന് പറയുന്നത് ഏത് ഗ്രഹത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഉണ്ടാവുന്നതാണെന്ന് അറിയോ? ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അറിയാം. വായുവിനെ ഏത് ഗ്രഹമായിട്ട് ബന്ധപ്പെടുത്തിയാ പറയാ? വായു കോപം ശനിയുടെ അപഹാരം. ശനി അപഹരിക്കുന്ന, ശനിക്കുണ്ടാവുന്ന കോപം കൊണ്ട് ഉണ്ടാവുന്ന അസുഖമാണ് വാദം. അതുകൊണ്ട് ആ വാദം മാറ്റാനായിട്ട് ഉപയോഗിക്കേണ്ടതും എന്ത് തന്നെയാണ്? ശനിക്ക് പരിഹാരമായിട്ട് നിർദ്ദേശിക്കാവുന്ന മൂർത്തിയ. പൊതുവിൽ ധർമ്മശാസ്താവിനെ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഇവിടെ മേൽപ്പത്തൂർ പോയിട്ട് ഭജിച്ചത് ഗുരുവായൂരപ്പനെയാണ്. കാരണം വായുപുരേശൻ, വായുനാഥനാണ് ഭഗവാൻ എന്നുള്ള പേരുകൊണ്ടും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും ഗുരുവായൂർ ആടിയ എണ്ണ കിട്ടും അല്ലേ? വാതരോഗത്തിന് ഏറ്റവും കേമപ്പെട്ടതാണ്, ഭഗവാൻ അഭിഷേകം ചെയ്താണെന്ന് പറയും. അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാ? എള്ളാണ്. എള്ളുകൊണ്ടുള്ള എണ്ണയാണ്, നല്ലെണ്ണയാണ്. എള്ളുകൊണ്ട് ഉണ്ടാക്കിയ. എള്ള് എന്തിൻ്റെ കാരകത്വമാണ്? ശനിയാണ്. ഇപ്പൊ നാരായണീയം കൊണ്ട് കലികാലത്തിൽ ശനിദോഷം വരെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് മഹാത്മാക്കൾ പറയാറുണ്ട്. ഓർത്ത് നോക്കൂ. സ്വാമിയെ കാണാൻ പല ആളുകൾക്കും പോകാൻ സാധിക്കില്ല ചില സമയത്ത്, ചില പ്രായപരിധിയുടെ ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ ചില അമ്മമാർക്കും ചേച്ചിമാർക്കും ഒന്നും പോകാൻ സാധിക്കില്ല. കലിയുഗ വരദനെ അവിടെ പോയി കാണാൻ സാധിക്കില്ല, ശനിദോഷം മാറ്റാൻ സാധിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ പ്രത്യക്ഷ കലിദോഷം മാറാനായിട്ട്, ശനിദോഷം മാറാനായിട്ട് ഗുരുവായൂരപ്പൻ നാരായണീയായിട്ട് നമ്മുടെ അടുത്തുണ്ട്. ശനി കൊണ്ടുണ്ടാവണ അപഹാരങ്ങളെയൊക്കെ മാറ്റാൻ നാരായണീയം കൊണ്ടും സാധിക്കും എന്നാണ്. ഇവിടെ അടുത്ത് ഞാൻ നാരായണീയത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച്, നാരായണീയം മാഹാത്മ്യം പുസ്തകം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അങ്കിരസ് മഹർഷിയായിട്ട് സംവദിക്കുന്ന തരത്തിൽ നാരായണീയത്തിനൊരു മാഹാത്മ്യം ഉണ്ട്. ഏതൊരു ഇല്ലത്തുനിന്ന് അതിൻ്റെ ഒരു കോപ്പി കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ വേദവ്യാസന്റെ അവതാരമായിട്ടാണ് മേൽപ്പത്തൂരിനെ കാണിക്കുക. വേറെ ചില ഭാഗങ്ങളിൽ മേൽപ്പത്തൂരിനെ അനന്തന്റെ അവതാരമായിട്ടും കാണിക്കാറുണ്ട്. അവിടെ അങ്കിരസ് മഹർഷി പറയുന്ന രീതിയിലും നാരായണീയത്തിനൊരു മാഹാത്മ്യ ഗ്രന്ഥമുണ്ട് ഇത്രേ. അതിൽ വ്യാസന്റെ അവതാരമായിട്ട് മേൽപ്പത്തൂരിനെ കാണിക്കുമ്പോൾ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് വിളിപ്പിച്ച് വ്യാസനോട് പറഞ്ഞു അത്രേ, കലികാലത്തിൽ ആളുകൾക്കൊക്കെ വേഗത കൂടിയ ജീവിതമായിരിക്കും. ഭാഗവത് അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് പ്രാപ്തിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അങ്ങ് ഭാഗവതത്തെ സ്വാംശീകരിച്ച് ഒരു ഗ്രന്ഥം എഴുതുമെന്ന് പറഞ്ഞിട്ട് ആ മഹാത്മ്യം തുടങ്ങണേ. അങ്ങനെ നാരായണീ ഉണ്ടായതെന്നാണ് ആ ഗ്രന്ഥത്തിൽ പറയണത്. അങ്ങനെ കിട്ടിയിട്ടുള്ള ഈ നാരായണീയത്തെക്കുറിച്ച് പഠിക്കാൻ നോക്കിയ സമയത്ത് ഇവിടെ അടുത്ത് ഒറ്റപ്പാലത്ത് പൂഴിക്കുന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അറിയാമായിരിക്കും നിങ്ങൾക്കൊക്കെ പല ആളുകൾക്കും. മേൽപ്പത്തൂരിന് ഭഗവാൻ പൂഴി വാരിക്കളിക്കണ ഭാവത്തിൽ ദർശനം കൊടുത്തു എന്നാണ്. അവിടുത്തെ മേൽശാന്തിയായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട തിരുമേനി അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം പറയുന്ന സമയത്ത് അവിടെ നാരായണീയം ഹോമമായിട്ട് ചെയ്തിട്ടുണ്ട്. നാരായണീയ ഹോമം വിധിയില്ല, പക്ഷെ അദ്ദേഹത്തിന് തോന്നിയിത്രേ നാരായണീയം ഹോമം ചെയ്യാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് കലശലായിട്ടുള്ള സ്ട്രോക്ക് വന്നു എന്നാ, വീയാണ്ടായി. അദ്ദേഹം ഈ പരിഹാരമാർഗം നിർദ്ദേശിച്ച് നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നു, ജ്യോതിഷ പണ്ഡിതന്മാരെ കാണുന്നു. എത്രയൊക്കെ ആയിട്ടും അതുകൊണ്ട് ഒരു മാറ്റം വരണില്ല എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയൊരു ഉപായാത്ര, ഈ 43-ാമത്തെ ദശകത്തിലെ അവസാനത്തെ ആ പ്രാർത്ഥന ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ചൊല്ലിയത്, അത് വെച്ച് അമ്മയോട് ഒരു എത്ര തവണ സാധിക്കുമോ അത്രയും തവണ ജപിക്കാൻ പറയുക. ആ പ്രാർത്ഥന 43-ാമത്തെ ദശകം. മറ്റേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യസ്വിൻ പരാത്മൻ പരിമാനം, അതെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. അതല്ല ഞാൻ പറഞ്ഞത്. ഈ തൃണാവർത്ത വധം എന്ന് പറയുന്ന ഭാഗം പ്രത്യേകമായിട്ട് സ്മരിക്കാം. അസ്മിൻ പരാത്മനല്ല, ഇത് എത്ര തവണ ജപിക്കുന്നു അത്രയും പെട്ടെന്ന് മാറുന്നു വെറുതെ പറഞ്ഞു എന്നാ ആ അമ്മയുടെ അസുഖം മാറിയെന്ന്. ഇത് ജപിച്ചുകൊണ്ടേ ഇരുന്നു അത്ര കിടന്നിട്ട്. ആദ്യം ഒന്നും ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എന്തൊക്കെയാ ശബ്ദം കേൾക്കുക, അമ്മ എന്താ അത് ജപിച്ചുകൊണ്ടിരിക്കുക. കാരണം അമ്മയ്ക്ക് നാരായണീയം അറിയാമായിരുന്നു. പിന്നെ സ്പഷ്ടമായിട്ട് അത് പറയുന്നു, ഇപ്പൊ അമ്മ നാരായണീയം ക്ലാസ് എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. ആത്യന്തികമായിട്ട് ഈ വാതരോഗം എന്ന് പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പൂവള്ളി 6-ാം തമ്പുരാൻ നാരായണീയത്തിൻ്റെ വാർഷികം ഒരു തവണ ഗുരുവായൂർ വെച്ചുണ്ടായപ്പോൾ നടത്തിയൊരു പ്രസംഗം യൂട്യൂബിലുണ്ട്, നിങ്ങൾ പോയി കേൾക്കണം. അദ്ദേഹം മേൽപ്പത്തൂരിന് വന്ന വാതരോഗം ശരീരത്തിനല്ല എന്ന് പറഞ്ഞ് നടത്തുന്നൊരു പ്രസംഗമുണ്ട്. വാതരോഗത്തിൻ്റെ പ്രത്യേകത എന്താ? ഇരിപ്പുറക്കില്ല, എപ്പോഴും വ്യതിചലിച്ചുകൊണ്ടേയിരിക്കും ശരീരം, ഏത് സമയത്തും അനക്കുണ്ടായിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എവിടെ? നമ്മുടെ കാലിനും കയ്യിലൊന്നുമല്ല, ഇവിടെ. നമുക്ക് ആർക്കും മനസ്സിന് ഒരുറപ്പില്ല. സദാസമയവും ഒരു ചിന്ത അല്ലെങ്കിൽ മറ്റൊരു ചിന്ത, അടുത്ത ചിന്ത, അനാവശ്യമായുള്ള ചിന്തകൾക്ക് ഇങ്ങനെ മാറ്റി 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 റോൾ ചെയ്യാൻ സമയം കൊടുക്കുന്ന വാതരോഗം ആത്യന്തികമായിട്ട് നമ്മളെ ഓരോരുത്തരെയും ബാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്.
അതുകൊണ്ട് നാരായണീയത്തെ ആശ്രയിക്കുന്ന അവർക്ക് വാതരോഗം മാറും. ഏത് വാതരോഗം? കാലിൻ്റെയും കാലിൻ്റെയും മാത്രമല്ല, മനസ്സിന്റെ വാതരോഗവും മാറ്റാൻ നാരായണീയത്തിന് സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ, ഈ 1034 ശ്ലോകമുള്ള ഈ ഒരു ഭാഗത്ത് മേൽപ്പത്തൂര് ചെയ്തു വെച്ചിരിക്കുന്നത് ഓർത്ത് നോക്കൂ. സുന്ദരകാണ്ഡം ഒരു ശ്ലോകം കൊണ്ട് ചുരുക്കുന്നു, രാമായണം ഉദ്ഘോഷിക്കുന്നു, ഗീത ഉദ്ഘോഷിക്കുന്നു, കലിയുഗ ദോഷങ്ങൾക്കുള്ള പരിഹാരം പറയുന്നു, ശനിദോഷങ്ങൾക്കുള്ള പരിഹാരം പറയുന്നു, സ്വർഗാരോഹണം പറയാതിരിക്കുന്നു, രാധാദേവിയുടെ മഹത്വം പറയുന്നു. ഇനി എന്താണ് ഇതിന് ചെയ്യാൻ ബാക്കിയുള്ളത്? ഇതുപോലൊരു ഗ്രന്ഥം ഇന്നത്തെ കാലഘട്ടത്തിൽ രചിക്കാൻ ആർക്കാണ് സാധിക്കുക? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അദ്ദേഹത്തെ പോലത്തെ ഒരു ആളുകളുടെ മഹത്വം എന്താണ്. 27ാമത്തെ വയസ്സിൽ വാതരോഗം വന്ന ഭട്ടതിരി മരിക്കുന്ന എപ്പോഴാ? 83 വയസ്സോളം പ്രായമാകുമ്പോഴാണ് മരിക്കണം കേട്ടോ. 83 വയസ്സ്. മുക്കാൽ അമ്പലത്തിൽ മേൽക്കാവിൽ നിന്ന് കീഴ്ക്കാവിലേക്ക് നടന്നു പോണ സമയത്ത്, കിണ്ടിയായിട്ട് പോണ സമയത്ത് ഒരു തോന്നലുണ്ടായി. കിണ്ടി അവിടെ വെച്ചു, നമസ്കരിച്ചു, അങ്ങനെ കടന്നു. അതോടുകൂടി ജീവൻ പോയി. ജീവൻ പോയത് അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഗുരുവായൂരപ്പൻ ലയിച്ചു. ഏത് ഭട്ടതിരി? ഈ മൂക്കിൽ നിന്നും വായിൽ നിന്നും തുപ്പലൊലിച്ച് അമ്പലത്തിനകത്ത് കയറാൻ പറ്റാതെ കൃഷ്ണ ഇത് കാണുന്നില്ല എന്ന് ചോദിച്ച അതേ ഭട്ടതിരിയാണ് 27ാമത്തെ വയസ്സ് മുതൽ 83ാമത്തെ വയസ്സ് വരെ ശോഭിച്ച് ഒരു കാവ്യസൂര്യനായിട്ട് ഈ മലയാള മണ്ണിലൂടെ സഞ്ചരിച്ചത്. അതും നിരവധിയായിട്ടുള്ള പരദേശി ബ്രാഹ്മണരെ ഉൾപ്പെടെ അദ്ദേഹം തർക്കത്തിൽ പരാജയപ്പെടുത്തിയുന്നുണ്ട് മേൽപ്പത്തൂരിന്റെ മഹത്വത്തിൽ. ഒക്കെ എന്തുകൊണ്ടാണ്? ആ ഗുരുവായൂരപ്പനെ ആശ്രയിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്ന, ഞാൻ കൃഷ്ണൻ എന്നുള്ള ശബ്ദം മനഃപൂർവ്വം ഒഴിവാക്കുക. കാരണം നാരായണീയം കൃഷ്ണനിലുപരി ഗുരുവായൂരപ്പനുള്ളതാണ്. ഗുരുവായൂരപ്പന് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതെന്നാ. ഗുരുവായൂരപ്പനാണ്, അതുകൊണ്ടാണ് പ്രത്യക്ഷ ഗുരുവായൂരപ്പനാണെന്ന് പറഞ്ഞത്. അപ്പൊ ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും മനസ്സിൽ എന്തെങ്കിലും ആലേഖനം ചെയ്ത് ഈ ജന്മം സാർത്ഥകമാക്കണം എന്നുണ്ടെങ്കിൽ അത് നാരായണീയം തന്നെയാണ്. അതിലൊരു തരത്തിലുള്ള സംശയത്തിന് ഇടയില്ല. കാരണം അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണം കാണിച്ചു തന്നിട്ടാണ് പോയത് മേൽപ്പത്തൂര്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭഗവാൻ അനുഗ്രഹിക്കിട്ടോ എന്ന് പറയുന്ന ഏർപ്പാടില്ല. അനുഗ്രഹിച്ചിട്ടുണ്ട്. എങ്ങനെ? എൻ്റെ വാതരോഗം മാറ്റിയിട്ടല്ല, എനിക്ക് ആ ബാലകൈശോര വേഷത്തിൽ ദർശനം തന്നിട്ട് എന്നെ ഭഗവാനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ ദാ കാണുന്നു ഞാനൊരു നീല വെളിച്ചം എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടല്ലോ അല്ലേ, അഗ്രേ പശ്യാമി, അല്ലെങ്കിൽ സൂര്യസ്പർദ്ധികിരീടം അപ്പുറത്തൊരു ഭാഗത്ത്. ഇങ്ങനെ ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് മേൽപ്പത്തൂരിന് എന്തെന്നില്ലാത്തൊരു ഭാഷാ കൗതുകം പ്രകടമായിരുന്നു. ഗുരുവായൂരപ്പന് തന്നെ പലപ്പോഴും തോന്നുന്നതാണ്, ഇങ്ങനെയൊക്കെ എന്നെ സ്തുതിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് സാധിക്കുക. അതിൽ നരസിംഹാവതാരമൊക്കെ ഭഗവാന്റെ മുരൾച്ച എത്ര ശ്രീലകത്ത് കേട്ടത് ഭട്ടതിരി. ഇങ്ങനെയല്ലേ ഭഗവാനെ അങ്ങയുടെ ഈ അവതാരം ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഭട്ടതിരി എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ഉത്തരം കിട്ടിയില്ല എന്ന്. ഉത്തരം കിട്ടാതിരിക്കണ ഒരു ഉത്തരവും ഒരു ശ്ലോകവും മേൽപ്പത്തൂര് എഴുതാൻ പറയാറില്ല. കാത്തിരുന്നു. ഒരു വട്ടം കൂടെ ചോദിച്ചു, ഭഗവാനെ ഇങ്ങനെയല്ലേ ഉണ്ടായത്? അപ്പോഴും ഉത്തരമില്ല. വീണ്ടും അല്പസമയം കഴിഞ്ഞ് ഒന്നുകൂടെ ചോദിച്ചു ഉത്തരേ, കൃഷ്ണ ഇങ്ങനെയല്ലേ ഉണ്ടായെന്ന് കേട്ടപ്പോൾ അവിടെ ആ ശ്രീലകത്ത് നിന്ന് സിംഹത്തിന്റെ ഒരു മുരൾച്ച കേട്ടു. അപ്പോഴാണ് എഴുതിയത് സ്തംഭയെ കെട്ടയതോ. സമ്മതിച്ചു എന്നാണ്, ഇങ്ങനെ തന്നെയാണ് ഞാൻ വന്നത്. ഇപ്പൊ ഭാഗവതം എടുത്തു നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മൾ ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ സമയം നീട്ടുന്നില്ല. ഈ ഒരു അമ്മയുടെ അടുത്തുനിന്ന് അമ്മ പെട്ടെന്ന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ താഴെ വെച്ച് ഓടുന്ന സമയത്ത് എന്തുകൊണ്ട് കലം കുത്തിപ്പൊട്ടിച്ചു എന്നുള്ള തർക്കമുണ്ട് 2 ഭാഗമായിട്ട്. ഭാഗവതത്തിൽ പറയും കടകോലുകൊണ്ട് പൊട്ടിച്ചു. നാരായണീയത്തിന് എനിക്ക് തോന്നുന്നു പറയണത് അടുത്തിരുന്ന ഒരു കളിപ്പാട്ട് എന്തോ കിട്ടി, അതുകൊണ്ട് തല്ലി പൊട്ടിച്ചു. അപ്പൊ ഭഗവാനോട് ചോദിച്ചു ഉത്തരേ, ഭട്ടതിരി കൃഷ്ണ അങ്ങ് ഇങ്ങനെയല്ലേ ചെയ്തത്? അപ്പൊ ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു ഉത്തരേ, ഭട്ടതിരി ആ സമയത്ത് എൻ്റെ കൈ കിട്ടിയത് ഒരു കളിക്കോപ്പാണ്, എങ്കിലും ഭാഗവതത്തിലുള്ളത് ഒരു കടകോല, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങ് ഇങ്ങനെ എഴുതിക്കോളൂ. ചില മാറ്റങ്ങളും ഉണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സാധിക്കണേ? ആത്യന്തികമായിട്ട് ഉള്ളിലുള്ള ഭഗവാനെ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്, ഇങ്ങനെയല്ലേ ഭഗവാനെ എന്ന് ചോദിച്ച സമയത്ത് ഗുരുവായൂർ ശ്രീലകത്തുനിന്ന് മാത്രമല്ല, മേൽപ്പത്തൂരിൻ്റെ ഉള്ളിലുള്ള ശ്രീലകത്തുനിന്നാണ് മേൽപ്പത്തൂരിന് ഉത്തരം കിട്ടിക്കൊണ്ടേയിരുന്നിരുന്നത്. അങ്ങനെയാണ് ഭട്ടതിരി. ആ ഉത്തരം നാളത്തെ ഏകാഹം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലിരുന്ന് ഭഗവാൻ അത് പറയുന്നത് കേൾക്കാൻ സാധിക്കും. പ്രൂഫാണ്. അതിനാണ് മേൽപ്പത്തൂരിൻ്റെ ഫോട്ടോ നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരാളുണ്ട്. എന്നോ നടന്നിരുന്നൊരു കാര്യത്തെക്കുറിച്ചല്ലല്ലോ പറയണേ, ഈ അടുത്ത കാലത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അതിൽ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മേൽപ്പത്തൂരിനോട് ഇപ്പം ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, 4 വിധത്തിൽ ആൾക്കാരെന്നെ ഭജിക്കുന്നുണ്ട്.
ആർത്തന്മാരുണ്ട്, അർത്ഥാർത്ഥികളുണ്ട്, ജിജ്ഞാസുക്കളുണ്ട്, ജ്ഞാനികളുണ്ട്. ഈ 4 വിധത്തിൽ. അതിൽ ആർത്തൻ എന്ന വിഭാഗത്തിലാണ് മേൽപ്പത്തൂരിനെ പെടുത്തിയിട്ടുള്ളത്. കാരണം രോഗം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ആ ദുഃഖം മാറ്റാനായിട്ട് ഭജിച്ചു. ഇങ്ങനെ നമുക്കൊരു നാരായണീയം കിട്ടി. ഇനി ഇതേ നാരായണ നാമത്തിൻ്റെ മഹിമയും ഇതേ രോഗം കൊണ്ടുണ്ടായി ആ രോഗം ഗുരുവായൂരപ്പൻ മാറ്റിക്കൊടുത്ത് ആ നാരായണ നാമത്തിൻ്റെ മഹത്വം ഈ ലോകമെമ്പാടും പ്രചരിപ്പിച്ച മറ്റൊരാചാര്യനെ കൂടി സ്മരിക്കാതെ ഇത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ആരാ? സാക്ഷാൽ തിരുനാമാചാര്യൻ ആഞ്ഞം. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഗുരുവായൂർ മേൽശാന്തി ആയിരുന്നു അത്രേ. അപ്പം അദ്ദേഹത്തെ സഹായിക്കാനാണ് വന്നത്. അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു, സോഷ്യലിസ്റ്റ് ആയിരുന്നു ആഞ്ഞം. അപ്പം അദ്ദേഹം ഈ ചന്ദന അരയ്ക്കും, കളഭം വരച്ചു കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും, പായസം ഉണ്ടാക്കി കൊടുക്കും. ഇന്നേ വരെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയിട്ട് ഇവിടെ ആരാ ഉള്ളതെന്ന് പോലും നോക്കിയിട്ടില്ല അന്ന്. എന്നാൽ സഹായമൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഏതോ ഒരു സമയത്ത് ഒരു വയറുവേദന വന്നു. ഈ വയറുവേദന ഓരോ ദിവസവും കൂടിക്കൊണ്ടിരുന്നു. ഗുരുവായൂരിലെ ഡോക്ടർമാരെ കാണിച്ചു, തൃശ്ശൂരിലെ ഡോക്ടർമാരെയും കാണിച്ചു. ഒരു നിവൃത്തിയില്ലാന്ന് കണ്ടപ്പോൾ അമ്മാവനോട് പോയി പറഞ്ഞു, ഞാൻ നിർത്തുകയാണ് ഈ പരിപാടി. ഇനി അങ്ങേ സഹായിക്കാൻ നിന്നാൽ എൻ്റെ ജീവൻ പോവും. ഞാൻ ഈ തൃശ്ശൂർ ജില്ലയിൽ ഇനി കാണിക്കാൻ ഒരു ഡോക്ടറും ബാക്കിയില്ല. അപ്പം അദ്ദേഹം ചോദിച്ചു, അത്ര എല്ലാവരെയും കാണിച്ചു തന്നു. അപ്പോൾ കാണിച്ചു, ഒരാളെ കാണിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. ആരാ? പകത്തിരിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം വാതരോഗം മാത്രമല്ല, ജനറൽ മെഡിസിനാ, എല്ലാ രോഗവും നോക്കും. പോയി നോക്കിക്കോളൂ. ഈ ഗുരുവായൂരപ്പൻ്റെ കുഴപ്പമുണ്ട്. എന്ത്? ഒരു തവണ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ കുളത്തിട്ട് ഇങ്ങോട്ട് പിടിക്കും. പിന്നെ ആ കുളത്തുനിന്ന് പോകാൻ സാധിക്കില്ല. ഒറ്റ തവണ നോക്കിയാൽ മതി. ആ നോക്കാനുള്ള സമയം എത്ര വേഗം നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജന്മത്തിൻ്റെ സാർത്ഥകത്തിൻ്റെ അടിസ്ഥാനം, സാർത്ഥകാവസ്ഥ കിട്ടുന്നതിൻ്റെ. അപ്പം പോയി നോക്കി, ആദ്യമായിട്ട് കണ്ടു. നേരത്തെ പറഞ്ഞ മേൽപ്പത്തൂരിൻ്റെ ശ്ലോകം ഉണ്ടല്ലോ, സൂര്യസ്പർദ്ധി കിരീടം, ആ തുടങ്ങുന്ന ആ ഭഗവാന്റെ ആ രൂപം അത് കണ്ടു. അപ്പത്തൊട്ട് തുടങ്ങിയതാണ് ആ ആഞ്ഞം മാധവൻ നമ്പൂതിരിയിൽ നിന്ന് തിരുനാമാചാര്യനിലേക്കുള്ള യാത്ര. അതുകൊണ്ടാണ് നമുക്കിന്നൊരു നാരായണാലയം ഉള്ളത്. ഒരു നാരായണൻ നമുക്കൊരു നാരായണീയം തന്നു. മറ്റൊരാൾ നാരായണീയ നാമത്തിൻ്റെ മഹത്വം കൊണ്ട് നമുക്കൊരു നാരായണാലയം തന്നു പോയി ഇന്ന് നാമം ജപിക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോഴും പൂന്താനം മേൽപ്പത്തൂരിൻ്റെ സമകാലീനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇല്ലത്തുനിന്ന് ഒരു ഗോപാലകൃഷ്ണ വിഗ്രഹം, ഒരു മുരളീധര വിഗ്രഹം കിട്ടിയ സമയത്ത് ഇത് എവിടെ വെക്കണം എന്നുള്ള പ്രശ്നം ഇന്നുണ്ടായിരുന്ന. ഗുരുവായൂർക്ക് കൊടുത്താൽ മതി വെച്ചപ്പോൾ ഗുരുവായൂർക്ക് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ എവിടെ വെക്കണം? ആഞ്ഞത്തിനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. ആഞ്ഞത്തിനെ ഏൽപ്പിച്ചു. ആഞ്ഞത്തിൻ്റെ ആരാധനാലയത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാണാം. ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ പോയി തൊഴുക. ഭഗവാനെ പൂന്താനം സ്വന്തം കൈകൊണ്ട് പൂജിച്ചിരുന്ന മുരളീധര വിഗ്രഹം ഇപ്പോഴും അവിടെ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് നിശ്ചയിച്ചിട്ടുണ്ട് അതിന് നേദ്യം ആവശ്യമില്ല. നേദ്യം എന്താ? 3 നേരം നാമം ജപിച്ചാൽ മതി എന്നോ. അതുകൊണ്ട് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അവിടെ നാമജപമുണ്ട്. എന്താ? ഭഗവാന് ഭക്ഷണം കൊടുക്കുക. ആ നാമജപത്തിൽ നിന്ന് കിട്ടുന്ന എനർജി കൊണ്ടാ ആ ഭഗവാൻ അവിടെ ഇരിക്കണമെന്നാണ്. നോക്കൂ, ഇവരൊക്കെ ആത്യന്തികമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ തിരിച്ചറിയാൻ. അപ്പോഴാണ് ആയുരാരോഗ്യ സൗഖ്യവും പരമാനന്ദ സന്തോഷലക്ഷ്മിയൊക്കെ ഉള്ളത്. അത് ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുതൽ ഇനിയിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ ഭക്തൻ എന്ന ടൈറ്റിൽ സ്വയം എടുത്ത് അണിയുന്ന ആൾക്കാർക്ക് വരെ മനസ്സിലാക്കാൻ തക്ക രീതിയിലാണ് നാരായണീയം രചിക്കപ്പെട്ടിട്ടുള്ളത്. അതുതന്നെയാണ് നാരായണീയത്തിൻ്റെ മഹത്വവും. കൂടുതലായി ഒന്നും തന്നെ പറയാനുള്ള നാരായണീയത്തിൻ്റെ മഹത്വം ഒന്നും പറയാൻ എനിക്കോ. ഒരു പാട്ടുണ്ടല്ലോ അല്ലെ, ഈ 1000 നാവുള്ള അനന്തനെ നിനക്കാകുമോ ഭഗവാനെ വാഴ്ത്താൻ എന്നാണ്. അദ്ദേഹത്തിന് പോലും സാധിക്കാത്തതാണ് നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും തന്നെ ശാശ്വതമല്ല എന്ന് എനിക്കറിയാം. ഏതാണ്ട് നാരായണീയത്തിൻ്റെ ഒരു അരികു പിടിച്ച് നടക്കാൻ മാത്രമാണ് ഈ ഒരു മണിക്കൂർ സമയം ശ്രമിച്ചിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും എന്നറിയാം. എങ്ങനെയാണോ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഈ പത്മനാഭവും മരപ്രഭവും ഒക്കെ ആക്കി ആ ക്ഷമിച്ച ഗുരുവായൂരപ്പൻ ഈ തെറ്റുകളും ക്ഷമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കാൻ പോകുന്ന ആ മഹത് പ്രഭാഷണങ്ങളിൽ എല്ലാത്തിലും ഗുരുവായൂരപ്പനെ പ്രത്യക്ഷമായിട്ട് കാണാൻ ഇപ്പോഴും പറയുന്ന കേൾക്കാറുണ്ട്. ഭാഗവത സപ്താഹ വേദികളിലൊക്കെ അനുസ്മരിക്കുന്ന ഒരു വലിയ ആചാര്യൻ്റെ നാമമുണ്ട്. ഗുരുവായൂർ സപ്താഹ ആചാര്യനായിട്ട് അദ്ദേഹം വന്നത് മുതലാണ് ഗുരുവായൂരിൻ്റെ ചൈതന്യം ഇങ്ങനെ കൂടി 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 വന്നതെന്ന് പറയും. അദ്ദേഹം ആ കൂത്തമ്പലത്തിലിരുന്ന് പ്രഭാഷണം നടത്തുന്ന സമയത്തും സപ്താഹം നടക്കുന്ന സമയത്തും ഇടയ്ക്ക് പെട്ടെന്ന് ഞെട്ടി എണീറ്റ് അതാ വന്ന് നിൽക്കണു, നമസ്കരിച്ചോളൂ എന്ന് പറയത്രേ. തിരിഞ്ഞു നോക്കുന്ന ആളുകളിൽ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുമായിരുന്നു അത്ര ഗുരുവായൂരപ്പനെ. ഗുരുവായൂരപ്പൻ വരുമായിരുന്നു അത്രേ അദ്ദേഹത്തിൻ്റെ സപ്താഹം കേൾക്കാൻ. പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. വഴവൊന്നല്ല, അതിന് മുമ്പുള്ള കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ.
ഇന്ന് കാണുന്ന ഗുരുവായൂർ സമ്പ്രദായത്തിലുള്ള സപ്താഹങ്ങളുടെ ഉപജ്ഞാതാവായിട്ട് അദ്ദേഹത്തെ പറയാറുണ്ട്. കൂടല്ലൂർ സപ്താഹം നടത്തുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ കേൾക്കാൻ വരുമായിരുന്നു എന്ന്. അദ്ദേഹം ഇടയ്ക്ക് പ്രഭാഷണത്തിന്റെ ഇടയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഗുരുവായൂരപ്പനെ കാണും. അപ്പോൾ പെട്ടെന്ന് പറയത്രേ, അതാ വന്ന് നിൽക്കുന്നു, നമസ്കരിച്ചോളൂ എന്ന്. നോക്കൂ സുഹൃതം, നമുക്കും സാധിക്കും. നാളെ ഇവിടെ നടക്കാൻ പോകുന്ന യജ്ഞങ്ങൾക്കിടയിൽ എപ്പോഴേലൊക്കെ പുറകിലേക്ക് നോക്കുക. തിരുമാന്താകുന്നിൽ അമ്മ ഒരു പട്ടുപാവാടയൊക്കെ ഇട്ടൊരു ഉണ്ണിയായിട്ടും ഗുരുവായൂരപ്പൻ ഒരു നല്ലൊരു പാവമുണ്ടൊക്കെ എടുത്തൊരു ഉണ്ണിയായിട്ടും ഇവിടെ ഈ ശ്രീപാദം ഹാളിൽ വന്ന് നിങ്ങളെ എല്ലാവരെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, മഹാത്മ്യം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം, അതിന് നിങ്ങളോട് ക്ഷമിച്ചുകൊണ്ട്, ക്ഷമ കാണിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾ ഗുരുവായൂരപ്പൻ്റെയും ആ സാക്ഷാൽ അൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ യജ്ഞം അതെങ്ങനെയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ പൂർണ്ണതോതിൽ പൂർത്തിയാക്കാൻ ഗുരുവായൂരപ്പൻ്റെയും തിരുമാന്താകുന്നിൽ അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറയും. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഈ ഏതാനും പിഴ ഞാൻ അറിഞ്ഞും അറിയാതെ ചെയ്തിടുകിൽ മാതാവാകിയ നിനക്ക് കാതോളം വിലസും കടാക്ഷം അതുകൊണ്ട് തന്നെ ഇക്ഷണം നോക്കിയാൽ ചേതം വന്നിടുമോ നിനക്ക് ചാരു തിരുമാന്താങ്കുന്നിലമരും ശിവേ ശിവസുതേ എന്നാണ് പറയുക. അപ്പം അമ്മയെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് അമ്മയുടെ ആ തൃക്കണ്ണ് കൊണ്ട് തന്നെ നോക്കാനുള്ളൊരു കൃപ അമ്മയും കാണിക്കട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെയും അമ്മയും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, നിങ്ങളെ ഓരോരുത്തരെയും ഗുരുവായൂരപ്പനായിട്ടും തിരുമാന്താകുന്നിൽ അമ്മയായിട്ടും കണ്ടും നമസ്കരിച്ചുകൊണ്ട് ഈ എളിയ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. നാരായണ. ഹരേ കൃഷ്ണ. ശ്രീ വ്യാസൻജിയുടെ വാഗ്ധോരണിക്ക് മുമ്പിൽ സ്വസ്തി ചിന്മയത്തിൻ്റെ ശതകോടി പ്രണാമം. ശ്രീ വ്യാസൻജിയെ ആദരിക്കുന്നതിന് വേണ്ടി പ്രഭാകര പിഷാരടിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പൊന്നാട എണീച്ച് ആദരിക്കുന്നതിന് വേണ്ടി പ്രഭാകര പിഷാരടിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ വ്യാസൻജിക്ക് സ്വസ്തിയുടെ ആദരവ് നൽകുന്നതിന് വേണ്ടി, സ്നേഹാദരവ് നൽകുന്നതിന് വേണ്ടി ഗോപിനാഥ് അശ്വതിയെ ക്ഷണിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ വ്യാസൻജിക്ക് ഭഗവാന്റെ പൂർണ്ണരൂപം ഫോട്ടോ നൽകുന്നതിന് വേണ്ടി കണ്ടമംഗലം തിരുമേനിയെ ക്ഷണിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വ്യാസൻജിക്ക് തിരുമാന്താകുന്നിലമ്മയുടെ ഫോട്ടോ നൽകി ആദരിക്കുന്നു. പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ.